So let us continue from where we started last week, from First Peter chapter 3. We were reading from verse 13 to 18. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ആ സ്ഥാനത്ത് നിന്ന് ഈ രാത്രികാലം പിന്നെയും നമുക്ക് അതിന്റെ തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്ന് പത്രോസ്യരുടെ ലേഖനം 3-ാം അതിന്റെ 13-ാം വാക്യം തൊട്ടാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. So let us read again chapter 3, verse 13 to 18. അതിന്റെ 3-ാം ഒന്ന് പത്രോസ് 3-ാം അതിന്റെ 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ. So let us again prayerfully, let us meditate on the word of God, which is very important for all of us. ഈ രാത്രികാലം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവത്തിന്റെ വചനത്തിൽ ചിന്തിക്കാം. ദൈവത്തിന്റെ വചനം നമുക്ക് എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. So as we have studied about First Peter, we can see right from chapter 1 onwards how the important foundation principles are built in our lives. ആ 1-ാം അധ്യായം തൊട്ട് നമ്മൾ പഠിച്ചു വന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പണിതു വരുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. So it is about how a believer is saved, his salvation, the importance of his salvation. എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ രക്ഷ അത് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത് ചിന്തിച്ചു. Because it is very important for us to always know that God the Father, Holy Spirit, and Jesus Christ, they are all involved in our calling and they have chosen us. നമുക്കെല്ലാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നതിലും വിളിക്കുന്നതിലും അത് 3 പേരും ഒരുമിച്ചായിരുന്നു. So it is not that it is just by some accident or something that you do not know. We know precisely that God has been wonderfully working for each one of us and he chose us. അതെങ്ങനെ ഒരു ആക്സിഡന്റ് ആയിട്ട് നടന്ന കാര്യമല്ല, മറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വ്യക്തമായ ഉദ്ദേശത്തോടെ നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. So that is what Peter here is trying to bring again to remembrance to the people of God. അതാണ് പത്രോസ് ഇവിടെയും പിന്നെയും വിശ്വാസികൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Because of our understanding of how we are called, there is a purpose of our calling. നമ്മളെല്ലാവരും എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കിയതുപോലെ ആ വിളിച്ച വിളിക്ക് ഒരു പ്രത്യേകമായ ഉദ്ദേശം. The purpose of our calling is that to be understood so that we will fulfill the purpose of God in our lives. നമ്മുടെ ജീവിതത്തിൽ ആ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ ആ വിളിയുടെ ഉദ്ദേശം നിവർത്തിക്കുവാനിടയാകണം. That is why the word of God reminds us that you need to know the purpose of your calling. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം. So that we know what we are doing and we know where we are going. അത് മുഖാന്തരം നാം എന്താണ് ചെയ്തതെന്നും നാം എവിടേക്കാണ് പോകുന്നതെന്നും നമുക്ക് അറിയുവാൻ കഴിയും. So that is where it reminds us about the believer's conduct and his living. അതുകൊണ്ടാണ് വിശ്വാസികളുടെ നടപ്പ് എങ്ങനെയായിരിക്കണം, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്. So it talks about that how we are so precious in the sight of God. ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപാകെ നാം ഓരോരുത്തരും എത്രമാത്രം വലിയതായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. And then it brings us to a conclusion to say that we are witnessing to this world about our lives. അതിന്റെയൊക്കെയും ചുരുക്കമായി അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായ സാക്ഷികളായി ജാതികളുടെ മുൻപാകെയായി. So we are proclaiming God's praises to this world and who is mostly the hostile world. ഈ ശത്രുത്വം നിറഞ്ഞ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ ലോകത്തോട് ദൈവത്തിന്റെ പുകഴ്ചകളെ നാം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. So we are proclaiming his praises who called us from darkness into his marvelous light. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ നാം ഈ ലോകത്തോട് ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. So that even though they defile you or even though they slander you, but on the day of visitation it will become a cause for glorifying God. അവർ നമ്മളെ ദുഷിക്കും തോറും അവർ നമ്മളെ ശകാരിക്കും തോറും സന്ദർശന ദിവസത്തെങ്കിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇതൊക്കെയും ഒരു കാരണമായി തീരും. So our life on this earth is, in short, is not only living for what God has been called for, but to understand more deeper the purpose of God, that we can be witness to this world. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വിളിയെ മാത്രം അറിയുക മാത്രമല്ല, മറിച്ച് ആ വിളിച്ചിരിക്കുന്ന വിളിയെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ഈ ലോകത്തെ ഘോഷിക്കുവാനാണ് നമ്മളെ ആക്കി So വെച്ചിരിക്കുന്നത്. that is why word of God reminds us that you have to live according to the calling of the gospel. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ വിനയം ഓർമ്മിപ്പിക്കുന്നത് സുവിശേഷത്തിന് അനുസരിച്ചുള്ള ആ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ വേണ്ടി. Our walk is very important. നമ്മുടെ നടപ്പ് ഏറ്റവും പ്രധാനമായിരിക്കുന്നു. It reminds us about the holiness of God and how we can live a holy conduct. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധി എപ്രകാരമായിരിക്കും, നമ്മുടെ ആ വിശുദ്ധി ഓർത്തുകൊണ്ട് നമ്മുടെ വിശുദ്ധി എപ്രകാരമായിരിക്കണം. But then the summary says that what is that holiness that you are living for? പിന്നെയും അതൊക്കെയും ചുരുക്കി പറഞ്ഞിരിക്കുന്ന ആ വിശുദ്ധി എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, Or rather, what is a holy life? എന്താണ് വിശുദ്ധ ജീവിതം? It is about loving each other. ആ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതാണ്. And that love we can see in expressing in a very clear, fervent love with a full heart.
So that is, it is not just love. Love more fervently and with a pure heart. ആ സ്നേഹത്തെ നാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ വളരെ തീക്ഷ്ണമായ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് തീക്ഷ്ണമായ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. And then how we can be submissive to the authorities, to the governments, to the leaders, and also in our family, how we can be submissive to each other. അതിനുശേഷം നാം എങ്ങനെ അന്യോന്യം കീഴടങ്ങിയിരിക്കണം, നമ്മുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക്, ഗവൺമെന്റുകൾക്ക്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും നാം എങ്ങനെ കീഴടങ്ങിയിരിക്കണം. So that is what we can understand, that it finally comes to that, how do you behave and witness to the society that we are living in, or to the world that we are living in. അതിന്റെയൊക്കെയും ഏറ്റവും അവസാനമായി നാം എങ്ങനെ പെരുമാറുന്നു, നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, നാം ജീവിക്കുന്ന ഈ സാഹചര്യങ്ങൾ, ആ ചുറ്റുപാടുകൾ നാം എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. I hope you are all together in this passage, that finally it is coming, the message that is coming very clearly is that how each of us contribute our lives in this world. ഈ മെസ്സേജ് എങ്ങനെയാണ് ഏറ്റവും അതിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തോട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. So that is why it says that you continue to do good. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നന്മ ചെയ്യുന്നത് തുടർമാനമായി ചെയ്തുകൊണ്ടേയിരിക്കുക. Now it comes to the passage where the Christian believers are also the believers who also have to undergo sufferings in their life. ഇപ്പോൾ അതിന്റെ തുടർമാനമായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ കഷ്ടത്തിലൂടെ കടന്നു പോകണമെന്നുള്ളതാണ്. So even though you will undergo sufferings, but continue to do good. നിങ്ങൾ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുന്നവരായി തീരുക. So to bring to this subject of suffering, കഷ്ടതയുടെ ആ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ, which is First Peter epistle, is about suffering. ആ 1 പത്രോസിന്റെ ലേഖനം അത് കഷ്ടതയുടെ ഒരു ലേഖനമാണ്. The suffering for good, for the cause of God, for the purpose of God, what God allows in us. ആ കഷ്ടത നന്മ ചെയ്തുകൊണ്ട് കഷ്ടതയിലൂടെ ആയിരിക്കും, ദൈവത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി കഷ്ടത സഹിക്കുക എന്നുള്ള ഒരു കാര്യം. So to bring to that, this is what God is reminding us, that who we are. അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ ആരാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. Why? Because reason is that in this world, അതിനുള്ള കാരണം ഈ ലോകത്തിൽ, this world where we have to demonstrate the glory of God, ഈ ലോകത്തിൽ നാം കർത്താവിന്റെ ആ മഹത്വം വെളിപ്പെടുത്തുന്നവരായി തീർന്നുകൊണ്ട്, in this world we have to show that God's mercy is upon us, that and is also available for everyone. ഈ ലോകത്തിൽ നാം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളോട് ദൈവം കാണിച്ച ദൈവത്തിന്റെ മഹാകരുണാധിക്യ പ്രകാരം ആ കരുണ എല്ലാവർക്കും ലഭ്യമാണെന്നുള്ള ഒരു കാര്യം. God our Savior has come to save everyone, രക്ഷകനായ ദൈവം നമുക്ക് വേണ്ടി കടന്നു വന്നു, അവൻ എല്ലാവർക്കും വേണ്ടി കടന്നു വന്നു. and we are all going to be partakers of his divine nature, നമ്മൾ എല്ലാവരും ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുവാൻ പോകുകയാണ്. and we are all expecting his soon return, and he will come soon, so that he will take and we will have his eternity with him. നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവാണ്. ആ രണ്ടാമത്തെ മടങ്ങി വരവിൽ നാം എല്ലാവരും കർത്താവിനോടുകൂടി എടുക്കപ്പെടുകയും കർത്താവിനോടുകൂടി എന്നും ആയിരിക്കുവാനും ഇടയാണ്. So while we are living in this world, ഈ ലോകത്ത് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, this is what we have to exhibit, and this is what we have to witness. ഇതാണ് നാം കാണിച്ചു കൊടുക്കേണ്ടതും ഇതാണ് നാം സാക്ഷ്യപ്പെടുത്തേണ്ടത്. But then the fact of life comes into picture, പക്ഷേ ആ ജീവിതത്തിന്റെ സത്യാവസ്ഥ കടന്നു വരുന്ന കാര്യം, and the fact is that the world will hate you. അതിന്റെ സത്യാവസ്ഥ ഇതാണ്, ലോകം നമ്മളെ പകയ്ക്കും. So where you are going to glorify God and where you are going to witness God, that world is a hostile world. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ലോകത്തിൽ ദൈവത്തെ സാക്ഷീകരിക്കുന്ന ആ ലോകം എന്ന് പറയുന്നത് അത് ശത്രുത നിറഞ്ഞ ലോകമാണ്. But the subject of suffering, Peter begins by saying that, can anyone harm you? ആ കഷ്ടത എന്ന ആ സബ്ജക്റ്റിനെ കുറിച്ച് തുടങ്ങുമ്പോൾ പത്രോസ് പറഞ്ഞു തുടങ്ങുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും ദോഷം ചെയ്യുമോ? The answer is no, nobody can harm you. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ആരും നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ കഴിയുകയില്ല. Because that is a principle, that is a fact that we have to believe in. അതാണ് ഉപദേശകരമായ കാര്യം, അതാണ് സത്യമായ കാര്യം നാം വിശ്വസിക്കേണ്ടത്. So last week we talked about that. കഴിഞ്ഞ ആഴ്ചക്കാലം നാം അതിനെ കുറിച്ച് ചിന്തിച്ചു. And then he says, അതിനുശേഷം പറയുന്നത്, but if God allows us to have suffering because of righteousness' sake, പക്ഷേ നീതി നിമിത്തം കഷ്ടം സഹിക്കുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുവെങ്കിൽ, that is where the suffering comes into picture. അവിടെയാണ് ആ കഷ്ടത അതിലേക്ക് കടന്നു വരുന്നത്. Even though you do good, നിങ്ങൾ നന്മ ചെയ്യുന്നവരാണെങ്കിലും, even though you are living a righteous living, നിങ്ങൾ ഒരു നീതിയായ ജീവിതം ജീവിക്കുന്നവരാണെങ്കിലും, there is suffering that can come in your life. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. And when suffering comes, നിങ്ങൾ കഷ്ടത കടന്നു വരുമ്പോൾ do not forget, നിങ്ങൾ മറന്നു പോകരുത്, your duty is to be a witness and glorify God to this same world
world who is hostile to you. നിങ്ങൾക്കുള്ള ദൗത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതും കർത്താവിനെ സാക്ഷീകരിക്കുന്നതും ഈ ശത്രുത നിറഞ്ഞ ഈ ലോകത്തിൽ. Suffering can come for two reasons. കഷ്ടത രണ്ട് കാരണം കൊണ്ട് കടന്നു വരാം. One is suffering can come for us as a chastening from God. ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ബാലശിക്ഷയായിട്ട് കടന്നു വരാം. At the same time, suffering can come as a plan and purpose of God through our lives to glorify God. അത് മാത്രമല്ല രണ്ടാമത്തെ കാര്യം, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തോടെ ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട് കടന്നു വരും. And the third element I just want to mention so that we don't forget about this part, that suffering can also come in our lives to make us more perfect. ആ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മറന്നു പോകുവാൻ പാടില്ലാത്തത് കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുകൂടെ തികഞ്ഞവരാക്കുവാൻ. So suffering because of what bad deeds or evil deeds we do, that is a chastening of the Lord, and that is what God allows. That is a separate thing. ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ മുഖാന്തരം വേണ്ടാത്ത കാര്യങ്ങൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മൾ ബാലശിക്ഷയിലൂടെ കടത്തിവിടും. But that is a separate thing. അത് വ്യത്യസ്തമായ കാര്യമാണ്. Here we are talking about ഇവിടെ നാം പറയുന്ന കാര്യം that you are doing good നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, for your righteousness sake, നിങ്ങൾ നീതി നിമിത്തം, yet you may undergo suffering. എങ്കിലും നിങ്ങൾ കഷ്ടത്തിലൂടെ കടന്നു പോകും. For those things, അങ്ങനെയുള്ള കാര്യങ്ങൾ when you are suffering, even though you are doing good before God, നിങ്ങൾ നീതി നിമിത്തം കർത്താവിന്റെ മുൻപാകെ നന്മ ചെയ്തുകൊണ്ടായിരിക്കുന്നവരെങ്കിലും, for them it is written about suffering, even though you are doing good. അവരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് പോയിട്ടും കഷ്ടത കടന്നു വരുന്നവർ. And that is where we have to be encouraged by why God allows suffering to us. അവിടെയാണ് നാം നമ്മെ തന്നെ എൻകറേജ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവം And അനുവദിക്കുന്നത്. what we are studying from last week is what is our attitude towards suffering. കഴിഞ്ഞ ആഴ്ചക്കാലം തൊട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനോഭാവം So എപ്രകാരമായിരിക്കും. this is what the passage we read today. ഈ രാത്രികാലം ഈ ഒരു ഭാഗമാണ് നാം So വായിച്ചത്. verse 13 onwards, when we start, 13-ാം വാക്യം തൊട്ട് നാം തുടങ്ങുമ്പോൾ it continues from the passage that we left by saying that do continue to do good. ആ നിങ്ങൾ നന്മ ചെയ്യുന്നവരായി തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു ഭാഗത്തിന്റെ തുടർമാനമായിട്ടാണ്. And then verse 13 comes with a question challenging to us that who can harm you if you do good. അതിന്റെ 13-ാം വാക്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യമായി, ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ആര് നിങ്ങൾക്ക് ദോഷം ചെയ്യും? The answer is no. അതിനുള്ള ഉത്തരം ഇല്ല. But verse 14 says, പക്ഷെ അതിന്റെ 14-ാം വാക്യം but പറയുന്നു, even if you should suffer for righteousness' sake, you are blessed. നിങ്ങൾ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. So that means what we are talking about അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ in സംസാരിച്ചുകൊണ്ടിരിക്കുന്ന our practical Christian living. നമ്മുടെ പ്രാവർത്തികമായ ക്രിസ്തീയ So we are ജീവിതത്തിൽ talking about practical Christian living. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാവർത്തിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ്. So we are living in the same world. നമ്മൾ ഈ ലോകത്തിൽ തന്നെയാണ് Do ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. not forget that we are strangers and sojourners and pilgrims on this earth. ഒരിക്കലും മറന്നു പോകരുത്, നാം ഈ ലോകത്തിൽ പരദേശികളാണ്, യാത്രക്കാരാണ്, സ്വദേശികളല്ല നമ്മൾ. But that doesn't mean that you have to take off your eyes and ears and your heart from this world, because you have to be a witness and glorify God on this earth. അതിന്റെ അർത്ഥം നിങ്ങളുടെ ചെവിയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയം ഈ ലോകത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയല്ല, മറിച്ച് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിന്റെ സാക്ഷികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കണം. Even though we are sojourners, even though we are temporary, but yet we have to have our heart and mind to serve the people, to glorify God in whatever way, so that God's name will be glorified. ഈ ലോകത്തിൽ നാം യാത്രക്കാരാകുന്നുവെങ്കിലും പരദേശികളാകുന്നുവെങ്കിലും നാം മറന്നു പോകുവാൻ പാടില്ലാത്ത കാര്യം, നമ്മൾക്ക് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യപ്പെടുത്തുവാനും ഇടയാകും. That is the reason cult is not a biblical term. There is nothing that should come as a cult, that we will only live for us and we will wait for the kingdom of God to be established. No, that is not. We are living in this world, and our duty is to proclaim the praises of its glory, His name, and everything across everybody. ആ കൾട്ട് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പദമല്ല. നാം നമുക്ക് തന്നെ വേണ്ടി ജീവിക്കുക എന്നുള്ളത്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം നോക്കുകയാണെങ്കിൽ നമ്മളിലൂടെ നന്മ ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. We have to be open to this hostile world so that they will be saved. ഈ ശത്രുത നിറഞ്ഞ ലോകത്തിൽ നാം തുറന്ന മനസ്സുള്ളവരായിരിക്കണം, അതും മുഖാന്തരം അനേകർ രക്ഷിക്കപ്പെടുവാൻ. Our duty is to proclaim God's gospel, and they have to be saved. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം വിളിച്ചു പറയുന്നതും അതിന് മുഖാന്തരം അനേകർ
രക്ഷിക്കപ്പെടുന്നതുമാണ്. Gospel is not only for the decent or not so-called educated. Gospel is for everyone. ആ സുവിശേഷം എന്ന് പറയുന്നത് പണ്ഡിതന്മാർക്കും ഇല്ലെങ്കിൽ വളരെ സമൂഹത്തിൽ ഉയർന്നവർക്കും മാത്രമല്ല, സുവിശേഷം എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. Gospel is not only for certain sect of the people, it is for everyone. ആ സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, ഈ സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. How do you know that a gospel is a gospel for everyone? എങ്ങനെയാണ് ഈ സുവിശേഷം എല്ലാവർക്കുമുള്ള സുവിശേഷമാണെന്ന് അറിയുവാൻ കഴിയുന്നത്? You see the gospel of God. ഈ ദൈവത്തിന്റെ സുവിശേഷത്തെ നിങ്ങൾ കാണുക. It is applicable for every person in the society. ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അത് ആപ്ലിക്കബിൾ ആണ്. The way how Jesus taught, the way how Jesus lived, the way how Jesus did, everything is applicable for the small, the big, for the rich, for the poor, for the distress, for the every part of the society. യേശു കർത്താവ് ജീവിച്ചതും യേശു കർത്താവ് പഠിപ്പിച്ചതും യേശു കർത്താവ് ചെയ്തത് എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത് ഈ സമൂഹത്തിലുള്ള താണ വ്യക്തികൾക്കും ഉയർന്ന വ്യക്തികൾക്കും പഠിപ്പുള്ളവർക്കും എല്ലാ തരത്തിലുമുള്ള ആളുകൾക്ക് വേണ്ടിയായിരുന്നു. I and you can teach gospel in this country. You can teach the same gospel in any part of the world, maybe the most downtrodden part of the village where nothing is there, yet you can speak and preach the gospel. ഞാനും നിങ്ങളും നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് തന്നെ ഈ സുവിശേഷം പഠിപ്പിക്കുവാൻ കഴിയും. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഈ സുവിശേഷം പറയുവാൻ കഴിയും. ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഒന്നുമില്ലാത്ത ആ ഒരു ഗ്രാമത്തിന് നടുവിലും ഈ സുവിശേഷത്തെ വിളിച്ചു പറയുവാൻ കഴിയും. Even it's a literate or illiterate people, you can speak the gospel. The message is same for everyone. പഠിപ്പുള്ളവരാകട്ടെ പഠിപ്പില്ലാത്തവരാകട്ടെ ഈ സുവിശേഷം എല്ലാവർക്കും ഒന്നുപോലെയായിരിക്കുന്നു. That itself gives you a very strong confidence that the word of God, the gospel of Jesus is true. അത് തന്നെ നമുക്ക് വളരെ ആത്മവിശ്വാസം തരുന്നു. ഈ കർത്താവിന്റെ സത്യ സുവിശേഷം അത് ഏറ്റവും സത്യമായ കാര്യമാണ്. Otherwise, if you take any other philosophy or any other teaching, any other thing other than the gospel, these are only pertaining to certain sect of the society or certain segments of the society. നിങ്ങൾ അത് മറിച്ച് സുവിശേഷത്തെ അല്ലാതെ വേറെ ഏത് തത്വചിന്തകൾ എടുത്തു നോക്കിയാലും ആ തത്വചിന്തകളൊക്കെ ഈ സമൂഹത്തിന് ഒരു പ്രത്യേക തരം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. You take art of living, you take any philosophy, they will all be pertaining to certain segments of the society only. നിങ്ങൾ ആർട്ട് ഓഫ് ലിവിംഗും വേറെ ഏത് തത്വചിന്തകൾ എടുത്തു നോക്കിയാലും സമൂഹത്തിലുള്ള പ്രത്യേകം തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അതുള്ളതായിരിക്കുന്നത്. The gospel of Jesus, the message of the cross, is for everybody. Anybody will know and understand and receive it. ആ കർത്താവിന്റെ ഈ സുവിശേഷം ആ ക്രൂശിന്റെ വചനം എല്ലാവർക്കും ഉള്ളതാണ്. അത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും അത് രക്ഷിക്കപ്പെടുവാനും കഴിയും. Who are the carriers of this gospel? ഈ സുവിശേഷത്തിന്റെ സന്ദേശകരാരാണ്? You and me. ഞാനും നിങ്ങളുമാണ്. So when we are carriers of this നാം gospel, ഈ സുവിശേഷത്തിന്റെ വഹിക്കുന്നവരായി now തീരുമ്പോൾ God is preparing us ദൈവം നമ്മളിപ്പോൾ ഒരുക്കുകയാണ്. that you may have suffering. നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിൽ, You may have some problems in your life because of this hostile world, which can slander you, which can put affliction on you or persecute you. ശത്രുത്വം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരുപക്ഷേ അവർ നിങ്ങളെ നിന്ദിക്കും, ഒരുപക്ഷേ നിങ്ങളെ കളിയാക്കും, നിങ്ങളെ ശകാരിക്കും. And that is where word of God wants us to know. What is your attitude towards suffering? അവിടെയാണ് ദൈവത്തിന്റെ വചനം നമ്മളെ അറിയുവാൻ ആഗ്രഹിക്കുന്നത്. അതിനോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമാണ്. This passage that we read. നമ്മൾ വായിച്ച ഈ ഭാഗം. So we are in this world where people are preoccupied with three things I mentioned. ഈ ലോകത്തിലായിരിക്കുന്ന ഈ ജനങ്ങൾ മൂന്ന് കാര്യങ്ങൾ പ്രിയോക്യുപ്പൈ ആയിരിക്കുന്നു. What was that? Health, മൂന്ന് കാര്യങ്ങൾ. ഒന്ന് safety and security. ഒന്ന് ആരോഗ്യം, സംരക്ഷണം, സുരക്ഷിതത്വം. So health, safety and security is something where we are all thinking and living and doing many things about that. ഈ ആരോഗ്യത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും സുരക്ഷിതത്വത്തെക്കുറിച്ചും അനേകം കാര്യങ്ങൾ ചിന്തിക്കുന്നു, അനേകം കാര്യങ്ങൾ അതിനു വേണ്ടി But ചെയ്തുകൊണ്ടിരിക്കുന്നു. what is word of God teaching us? പക്ഷെ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മളെ Word of പഠിപ്പിക്കുന്നത്? God is teaching us to have an attitude and conduct of what we need to live and what we need to pursue for. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എപ്രകാരം നമ്മുടെ മനോഭാവമായിരിക്കണം, നമ്മുടെ നടപ്പ്, നമ്മുടെ പെരുമാറ്റം So എപ്രകാരമായിരിക്കും. when we begin this subject of suffering, ആ കഷ്ടതയുടെ ഈ ഒരു സബ്ജക്ട് നാം what തുടങ്ങുമ്പോൾ is expected from each one of us is what is our pursuance? What do you pursue for?
നമ്മൾ ഓരോന്നും പ്രതീക്ഷിക്കുന്ന കാര്യം നാം എന്തിനെയാണ് So പിന്തുടരുന്നുകൊണ്ടിരിക്കുന്നത്. I will pray, and we all should pray that, Lord, what is that I need to pursue for? ഞാനും പ്രാർത്ഥിക്കും, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കേണ്ടത്, കർത്താവേ ഞാൻ എന്തിനെയാണ് പിന്തുടർന്നു പോകുന്നത്. When God is allowing us to understand the word of God, ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുമ്പോൾ so don't take it very lightly. ഒരിക്കലും അതിനെ നിസാരമായി Don't കാണരുത്. be satisfied that, oh, you understood the word of God. ദൈവത്തിന്റെ വചനം മനസ്സിലായെന്ന് പറഞ്ഞ് തൃപ്തിയുള്ളവരായി തീരരുത്. But take a moment to know that, God, I need to know what I need to pursue for. ആ ഒരു നിമിഷം എടുത്തുകൊണ്ട്, കർത്താവേ ഞാൻ എന്തിനെയാണോ പിന്തുടരേണ്ടത് അത് ഞാൻ അറിയുവാൻ എന്നെ I need സഹായിക്കണം. to know that what is my perspective about my life. എന്റെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അതിനെക്കുറിച്ച് എനിക്ക് അറിയുവാൻ സഹായിക്കണം. And if this is very clear to all of us, ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിരിക്കുന്നു. church will be so glorious. സഭ ഏറ്റവും മഹത്വകരമായിരിക്കും. Unfortunately, we can see ഏറ്റവും ദുർഭാഗ്യകരമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, there is no harmony, there is no joy among the people of God. Why? ദൈവജനത്തിന്റെ ഇടയിൽ ഒരു ഐക്യതയില്ല, ഒരു സന്തോഷമില്ല. Why? എന്തുകൊണ്ട്? Because people are not even looking at what God expects from each one of us. ദൈവത്തെ എന്താണോ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് അവർ നോക്കുന്നില്ല. They are becoming self-centered. അവരൊക്കെയും സ്വാർത്ഥന്മാരായിരിക്കുന്നു. We want to live according to our wishes. നമ്മൾ നമ്മുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ We താല്പര്യപ്പെടുന്നു. want things to go according to our will. നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. But if we really understand the word of God, take a moment to see that, what should I really pursue for? ദൈവത്തിന്റെ വചനം ആത്മാർത്ഥമായി നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നോക്കാൻ, എന്തിനെയാണ് ഞാൻ പിന്തുടരേണ്ടത്? What should be my perspective about life? ജീവിതത്തെ കുറിച്ച് എന്റെ കാഴ്ചപ്പാട് എന്താണ്? And this is the growth of every child of God. ഇതാണ് ദൈവമക്കളുടെ എല്ലാവരുടെയും What വളർച്ചയായിരിക്കുന്നത്. will happen? എന്താണ് സംഭവിക്കുന്നത്? They will keep on becoming perfect day by day. അവർ അനുദിനം അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും തികവിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. Last time in the brothers meeting, we talked about perfecting holiness in the fear of God. കഴിഞ്ഞ ആഴ്ചക്കാലം ബ്രദേഴ്സ് മീറ്റിംഗ് സംസാരിച്ചത് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നത്. So we keep on perfecting day by day. അനുദിനം നമ്മുടെ ജീവിതത്തിൽ ആ തികവിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. Our desire should be press on to perfection. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ തികവിലേക്ക് നമ്മൾ We may not be perfect. നമ്മൾ ആരും We തികഞ്ഞവരായിരിക്കും. may not attain the things that we want. നമ്മൾ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നാം എത്തിച്ചേർന്നിട്ടില്ല. But one thing we know for sure. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി And അറിയാം. for that I press on to my goal. അതിനുവേണ്ടി ആ ലക്ഷ്യത്തിന് വേണ്ടി ആഞ്ഞുകൊണ്ടു പോകുന്നു. When Paul says that, it is very important for all of us to also say that I press on to that goal. പൗലോസ് അത് പറയുന്നുവെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും പ്രാധാന്യമായിരിക്കുന്നു. Paul say that it doesn't mean that I attained it, but I will press on for that. പൗലോസ് പറയുന്നത് അത് നേടിയെന്നല്ല, നേടുവാൻ വേണ്ടി അതിന് ഞാൻ ആഞ്ഞുകൊണ്ടു പോകുന്നു. So that is what we all should have. അതാണ് നമുക്ക് എല്ലാവർക്കും So ആവശ്യമായിരിക്കുന്നത്. never allow any other thought to come in your life. വേറൊരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നാം അനുവദിക്കരുത്. Don't allow anything that in our life to put us back and take us back. നമ്മളെ പുറകോട്ട് എടുത്തു കളയുന്ന, പുറകോട്ട് മാറ്റി കളയുന്ന ഒരു കാര്യം നാം അനുവദിക്കരുത്. There is nothing that will give any value for us if you think about those things. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് യാതൊരു മൂല്യവും നമുക്ക് തരത്തില്ല. But the word of God says ദൈവത്തിന്റെ വചനം പറയുന്നു that we have a purpose in our life. നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. So when the word of God is enlightened in our heart, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ പ്രകാശനം തരുമ്പോൾ, then the thing what you have to do is take a moment to see that, what should I pursue for, and what should be my perspective about life. ജീവിതത്തെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, എന്താണോ പിന്തുടരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. So word of God does not tell you to run away from suffering. ദൈവത്തിന്റെ വചനം പറയുന്നത് കഷ്ടതയിൽ നിന്ന് ഓടിപ്പോകുവാനല്ല. So it is not about escapism. ഒഴിഞ്ഞു മാറുന്നതിനെ കുറിച്ചല്ല. Word of God does not teach us, okay, start to fast and pray so that suffering will never come. That is all wrong teaching. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നില്ല കഷ്ടത കടന്നു വരുമ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയും കഷ്ടത മാറിപ്പോകുക. കഷ്ടത വരാതിരിക്കാനായിട്ട് ഉപവാസത്തോട് പ്രാർത്ഥിക്കും. There is nothing called as like that. If you get suffering, yes, you can pray and fast. But to avoid that, there is nothing that you have to fast and pray to avoid suffering. Suffering God will allow for His purpose. കഷ്ടത വരാതിരിക്കുവാൻ ഒരിക്കലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. കഷ്ടത വരുമ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കഷ്ടത കടന്നു വരുമ്പോൾ അതിലൂടെ ദൈവിക ഉദ്ദേശം നിർത്തിച്ചെടുക്കുവാൻ Because പ്രാർത്ഥിക്കുക. here we are talking about what? ഇവിടെ എന്താണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? Suffering for righteousness sake. നീതി നിമിത്തം കഷ്ടം സഹിക്കുന്നത്. And what suffering we are talking about? നമ്മൾ എന്ത് കഷ്ടതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? The troubles that we face in this world from this worldly people. ഈ ലോകത്തിലെ ജനത്തിൽ നിന്ന് നാം നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ. The trouble that we face among the people in the kingdom of or maybe we can say among the
the church people. ആ ദൈവസഭയുടെ ഇടയിൽ നിന്ന്, ദൈവരാജ്യത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ നാം നേരിടുന്ന പ്രശ്നങ്ങൾ. Because Paul says that there was conflicts, there were troubles within and outside. ആ പൗലോസ് പറയുന്നുണ്ട്, അകത്തു നിന്നും പ്രശ്നങ്ങൾ, പുറത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. So it is not only in the hostile world, ഈ ശത്രുത്വം നിറഞ്ഞ ഈ ലോകത്തിൽ മാത്രമല്ല, it is not only the people who are unbelievers. അവിശ്വാസികളായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, It can also be people who are influenced by the devil to attack the people of God. ആ സാത്താനാൽ സ്വാധീനമുള്ളവരായി ആൾക്കാരെ ആക്രമിക്കുന്നവരിൽ നിന്നും, It can be the rulers of this world. ഈ ലോകത്തിലുള്ള അധികാരികളിൽ നിന്നും, Because we have to know നമ്മൾ അറിയണം, that this world is under the power of Satan. ഈ ലോകമായിരിക്കുന്നത് സാത്താൻ അധികാരത്തിന് കീഴിലാണ്. He can use any methods, any schemes ആ സാത്താൻ ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് പദ്ധതിയും തയ്യാറാക്കാം, to attack the people of God. ദൈവത്തിന്റെ ജനത്തെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട്. Who we are. പക്ഷെ നാം We ആരായിരിക്കുന്നു? should not be fearful about these ഈ things. ഒരു കാര്യങ്ങളെ കുറിച്ച് നാം ഭയമുള്ളവരായി So that is why the word of God reminds us അതാണ് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. that you should be encouraged. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ And പ്രോത്സാഹിപ്പിക്കണം. that is what is God, the word of God is encouraging us. അതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോരുത്തരെയും Have പ്രോത്സാഹിപ്പിക്കുന്നത്. a clear attitude about our living നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു വ്യക്തമായ മനോഭാവം ഉണ്ടായിരിക്കണം. with regard to suffering. കഷ്ടതയോടുള്ള ബന്ധത്തിൽ What should be our attitude towards it? അതിനോടുള്ള നമ്മുടെ മനോഭാവം ഇപ്രകാരമാണ്. Last week I said about കഴിഞ്ഞ ആഴ്ചക്കാലം ഞാൻ പറഞ്ഞത്, one thing, we have to be faithful. നമ്മൾ ഒരു കാര്യം, നമ്മൾ So we വിശ്വസ്തരായിരിക്കണം. talked about being faithful to God. നാം ദൈവത്തിനോട് വിശ്വസ്തരായിരിക്കണം. In all circumstances, be faithful to God. ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ദൈവത്തിനോട് We talked വിശ്വസ്തരായിരിക്കണം. about what Bible teaches about being faithful to God. ആ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്ത് പഠിപ്പിക്കുന്നു? The second thing is endure till the end. രണ്ടാമത്തെ കാര്യം, അവസാനത്തോളം സഹിച്ചു നിൽക്കുക. We have to endure till the end. അവസാനത്തോളം സഹിച്ചു നിൽക്കുക. So if God allows suffering to come in our lives, ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നുവെങ്കിൽ we have to endure that. അതിനെ നാം സഹിക്കുന്നവരായിരിക്കണം. And thirdly, മൂന്നാമത്തെ we കാര്യം, have to be fearless. നമ്മൾ അതിനെ കുറിച്ച് Not to ഭയമില്ലാത്തവരായിരിക്കണം. have any fear of any threats. ഒരു ഭീഷണിയെ കുറിച്ച് നമുക്കൊരു ഭയവും Not ഉണ്ടാകരുത്. to have any fear about anything that is going to obstruct us. നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഭയമുള്ളവരായിരിക്കരുത്. And fourthly, നാലാമത്തെ കാര്യം, to be hopeful. We have to പ്രത്യാശയുള്ളവരായിരിക്കുക. be hopeful believers. പ്രത്യാശയുള്ള That is വിശ്വാസികളായിരിക്കുക. what the chapter 1 begins, that you have been begotten for a living hope. അതാണ് ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത്. നിങ്ങൾ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും So ജനിക്കപ്പെട്ടിരിക്കുന്നു. we are born again for what? നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് എന്തിനു For വേണ്ടിയാണ്? a living hope. ഒരു ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. Our life should be a hopeful life. നമ്മുടെ ജീവിതം ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതമായിരിക്കണം. So let's continue now. നമുക്ക് തുടർമാനമായിട്ട് So ചിന്തിക്കാം. we spoke about being faithful to God. ദൈവത്തിനോട് വിശ്വസ്തരായിരിക്കുന്നതിനെ കുറിച്ച് നാം Now we ചിന്തിച്ചു. are talking about how to endure this. How can we build an attitude towards suffering? എങ്ങനെ ഇതിനെ സഹിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയും? കഷ്ടതയുള്ള ബന്ധത്തിൽ ഒരു മനോഭാവം നമുക്ക് എങ്ങനെ Because പണിതെടുക്കുവാൻ because കഴിയും? when God says that you have to endure all these sufferings, ഈ കഷ്ടതകളൊക്കെയും സഹിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, the question is that it is to build our attitude, then only we can endure. അതിലുള്ള ചോദ്യം, നമ്മുടെ മനോഭാവം അതിനുവേണ്ടി പണിതെടുക്കണം. എങ്ങനെയെങ്കിൽ മാത്രമേ സഹിക്കുവാൻ കഴിയുകയുള്ളൂ. If we get discouraged, നമ്മൾ ഡിസ്കറേജ് ആകുന്നുവെങ്കിൽ, one time, two time, we may sometimes then give away. ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം നാം അതിനെ സഹിക്കും. അതിനുശേഷം നാം അതിനെ വിട്ടുകളയും. So when word of God says endure till the end, അവസാനത്തോളം സഹിച്ചു നിൽക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, when we want to endure till the end, അവസാനത്തോളം സഹിക്കുവാൻ വേണ്ടിയായിരിക്കുമ്പോൾ, so then we have to know that how can I build my attitude towards suffering? അങ്ങനെയെങ്കിൽ നാം അറിയേണ്ടത്, കഷ്ടതയോടുള്ള ബന്ധത്തിൽ എന്റെ മനോഭാവം എപ്രകാരം പണിതെടുക്കണം. How not to become a crying baby, always seeking pity for anything. എപ്പോഴും ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞായി, സ്വയം അനുദപിക്കുന്ന ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞായി നിങ്ങൾ ഇരിക്കരുത്. Always seeking pity on anything that we undergo. നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും സ്വയാനുഭാവത്തിന് വേണ്ടി നമ്മൾ And ആഗ്രഹിക്കുന്നു. then we come into the blame game. പിന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് But കടന്നു how can we build our attitude towards any suffering that come in our life? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് കഷ്ടതയുടെയും എങ്ങനെ ഒരു മനോഭാവം കെട്ടിപ്പടുക്കാം? So let us see the word of God. ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം ശ്രദ്ധിക്കാം. Because word of God really reminds us and gives us everything that is required. നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. So we can see from the word of God, from this epistle of Peter, we can see that God gives all the provision for us to avert any persecution. At the same time, He allows to go through any of these persecutions. ദൈവത്തിന്റെ വചനം 1:10 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളും, കർത്താവ് അനുവദിക്കുന്ന കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളും കർത്താവ് നമ്മൾ കൃപ തരുന്നു. No, He gives provision to avert avert any persecution. വരാതിരിക്കാനുള്ള കൃപ ദൈവം തരുന്നു. അതിനൊപ്പം തന്നെ ചില കഷ്ടതയിൽ കൂടെ ദൈവം കടത്തി വിടാനുള്ള
പെർമിഷൻ, അനുവാദം. അനുവാദവും ദൈവം തരുന്നു. സോ he gives provision to avert or to escape from any persecution. At the same time, he allows us to go through the persecution. ചില കഷ്ടതകൾ കടന്നു വരാതിരിക്കുവാനുള്ള കരുതലുകളും കർത്താവ് നമുക്ക് തരുന്നു. അതോടൊപ്പം തന്നെ ചില കഷ്ടതകളിലൂടെ കടന്നു പോകുവാനുള്ള കൃപയും നമുക്ക് അതിനു വേണ്ടി So തരും. don't be confused. ഒരിക്കലും നമ്മൾ കൺഫ്യൂസ് ആകരുത്. God's grace and mercy is there, and it is always there to help us, to keep us away, to keep us safe from every persecution trouble. നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ No, നടുവിലും no. God will give all his provisions not to allow you to go through any of this persecution trouble. ദൈവം നമുക്ക് തന്റെ കരുണയും കൃപയും തരുന്ന ഏത് കഷ്ടതകളിലൂടെ കടന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട്. But at the same time, he allows us to go through persecutions and troubles. പക്ഷെ അതോടൊപ്പം തന്നെ കഷ്ടതയിലൂടെ കടന്നു പോകുവാനും കർത്താവ് കൃപയും കരുണയും നമുക്ക് In തരും. short, ചുരുക്കം പറയുകയാണെങ്കിൽ you have the grace and mercy of God ദൈവത്തിന്റെ കരുണയും കൃപയും നമുക്കുണ്ട് to be free from any trouble. ഏത് കഷ്ടതയിൽ നിന്നും ഫ്രീ ആയിരിക്കുവാൻ. But at the same time, അതോടൊപ്പം തന്നെ the same God, അതേ ദൈവം out of his purpose and love, തന്റെ സ്നേഹത്തിലും തന്റെ ഉദ്ദേശത്തിലും he allows us to go through suffering. ചില കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ നമ്മെ So അനുവദിക്കുന്നു. that is why we have to be very clear. അതുകൊണ്ടാണ് നാം വളരെ So don't വ്യക്തമായിരിക്കുന്നത്. be confused with any other teachings. വേറൊരു പഠിപ്പിക്കലും നാം കൺഫ്യൂസ് ആയി Word of പോകരുത്. God says, yes, he is a God of grace and mercy. He will not allow anything to touch you. ആ ദൈവം കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണ്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കഷ്ടതയും തീണ്ടാതിരിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കുന്നു. Nobody can touch you. ആരും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. But that does not mean അത് you are free from that, because sometimes God will allow some difficult situation to come in your life. Somebody may touch you. അതിനോട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരത്തുന്നില്ല. ചില സമയങ്ങളിൽ ദൈവം തന്നെ അനുവദിക്കും ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തെ തൊടുവാൻ വേണ്ടി. That is what God is building the church. അതിവിടെയാണ് ദൈവത്തിന്റെ സഭയെ ദൈവം So the പണിയുന്നത്. early church we can see ആദിമസഭയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് that all these things we could see, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് that കാണാം. how God miraculously and wonderful led them, ദൈവം എങ്ങനെ അത്ഭുതകരമായി അതിശയകരമായി അവരെ നടത്തിക്കൊണ്ട് പോയി. how they delivered them, എങ്ങനെയാണ് അവർ ഇതിലൊക്കെയും വിടുവിച്ചത്. how they were delivered in many situations and many difficult situations. അനേക പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ ദൈവം അവരെങ്ങനെ വിടുവിച്ചു. But at the same time, God allowed a great man of God, a faithful servant of God, Stephen, to be killed. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും വലിയവനായ സ്തെഫാനോസിനെ കൊല്ലപ്പെടുവാൻ കർത്താവ് So അനുവദിച്ചു. this is what we have to understand. ഈ ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. So don't build any other thing. വേറൊന്നും നാം കെട്ടിപ്പടുക്കരുത്. That's why the word of God began by saying, can anyone harm you if you follow good? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ നന്മ ചെയ്യുന്നുവെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ദോഷം ചെയ്യുവാൻ കഴിയുമോ? ആരും When Paul says, can anyone touch you? അപ്പൊ പിന്നെ പൗലോസ് പറയുന്ന ആരെങ്കിലും നിന്നെ തൊടുവാൻ കഴിയുമോ? Last week we talked about Romans, what we says. കഴിഞ്ഞ ആഴ്ച കാലം റോമർക്ക് എഴുതിയ കാര്യത്തിൽ നമ്മൾ അതിനെ If ചിന്തിച്ചു. God is for us, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ who can be against us? ആര് നിങ്ങൾക്ക് പ്രതികൂലമായി What നിൽക്കും? is the answer? അതിനുള്ള ഉത്തരം എന്താണ്? Nobody can be against us. ആർക്കും നമുക്ക് പ്രതികൂലമായി നിൽക്കുവാൻ Nothing കഴിയില്ല. can touch us. ഒന്നിനും നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. Then Paul says what? അതിനുശേഷം പൗലോസ് പറയുന്നത് എന്താണ്? All the persecutions and the troubles and trials. ഈ ഉപദ്രവങ്ങളും കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെയും Maybe it is a sword. ഒരു വാളായാലും, Maybe it's a peril. അത് നഷ്ടങ്ങളായാലും, Maybe it's hunger. അത് വിശപ്പായാലും, All these things. ഈ ഒരു കാര്യങ്ങളൊക്കെ Even if it comes, അത് വന്നാലും nothing can separate me from the love of God. ഒന്നിനും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ So കഴിയും. we are in the midst of this truth of gospel. ഈ സുവിശേഷത്തിന്റെ ഈ നടുവിലാണ് നാം And ആയിരിക്കുന്നത്. that is where it is important for us. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം പ്രധാനമായിരിക്കുന്നത്. Allow the word of God to sink in our hearts. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായി എത്തുവാൻ നാം Because അനുവദിക്കുക. when Jesus spoke about the word of God, the seed that is sowed in our hearts, is very important where we sow it. യേശു കർത്താവ് ഹൃദയത്തിലേക്ക് വിത്ത് വിതയ്ക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി അതിനെ കാണണം. So we can see the seed that fell on stony ground. കല്ല് നിറഞ്ഞ നിലത്തിൽ വീണ വിത്തിനെ കുറിച്ച് നമുക്ക് കാണുവാൻ What കഴിയും. happened? എന്ത് സംഭവിച്ചു? When the heat came, when the sun came, സൂര്യൻ ഉദിച്ചപ്പോൾ then it could not bear fruit. അതിനെ ബലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞില്ല. It could not grow. അതിനെ വളരുവാൻ കഴിഞ്ഞില്ല. What does the word of God speak about? ദൈവത്തിന്റെ വചനം അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? Can we take that passage? അതിനെടുക്കാമോ? Matthew chapter 13. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം We can go to verse 20. അതിന്റെ 20-ാം വാക്യം. Let's read further. മുൻപോട്ട് And വായിക്കാം. somebody can take Mark chapter 4. മർക്കോസ് 4-ാം അധ്യായം And there I think verse 70 onwards we can read few verses. അതിന്റെ 17-ാം വാക്യം തൊട്ട് ചില വാക്യങ്ങൾ വായിക്കാം. So this, we all know about this parable, so we'll not go into detail. Now we are going to the specific about the seed that is sown on stony ground. Yeah, read. But he who received the seed
He who received the seed on stony places, this is he who hears the word. So what happens? Immediately receives with joy, yet he has no root in himself, but endures only for a while. Ah, wait, wait. So what is the interpretation of this? When tribulation or persecution arises, what? Because of the word. Immediately, what happens? He stumbles. So what we are talking about, how to endure suffering. നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കഷ്ടതയിൽ നാം എങ്ങനെ സഹിഷ്ണുതയോടെ നിൽക്കുവാൻ കഴിയും. So the very first thing, ഒന്നാമത്തെ കാര്യം തന്നെ, when we are reading the word of God and understanding the word of God, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ, when our hearts and minds are enlightened, നമ്മുടെ ഹൃദയം പ്രകാശിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് പ്രകാശിക്കുമ്പോൾ, what is important? ഏറ്റവും പ്രധാനമായ കാര്യം It എന്താണ്? is not about being joyful that you understood the word of God, വചനം മനസ്സിലായി എന്നുള്ള സന്തോഷമല്ല, but allow that word of God to sink deeper, deeper. ആ വചനത്തെ ആഴത്തിലേക്ക് കടന്നു പോകുവാൻ അനുവദിക്കുക. Pray more and more. അതിനെക്കുറിച്ച് ആഴമായി പ്രാർത്ഥിക്കുക. If you feel that your mind is not getting aligned, ആ നമ്മുടെ മനസ്സ് അതിനോട് അലയനായി if you പോകുന്നില്ല, feel that your mind is going into some other thoughts and some other doubts and some other arguments, നമ്മുടെ മനസ്സ് വേറെ എന്തെങ്കിലും ചിന്തയിലേക്കും വേറെന്താ ആർഗ്യുമെന്റ്സിലേക്കും വേറെന്തെങ്കിലും സംശയങ്ങളിലേക്കും കടന്നു പോകുന്നു, you need to set right your heart. നമ്മുടെ ഹൃദയത്തെ നാം സെറ്റ് റൈറ്റ് ചെയ്യണം. Allow your heart to be pure and clean. നമ്മുടെ ഹൃദയത്തെ ക്ലീൻ ആയിരിക്കുവാനും പ്യൂർ ആയിരിക്കുവാനും അനുവദിക്കുക. Don't allow the word to just drop in. ആ വചനം ജസ്റ്റ് വീണു പോകുവാൻ മാത്രം അനുവദിക്കരുത്. It should fall on the good ground. അത് നല്ല നിലത്തിലേക്ക് വീഴുവാൻ അനുവദിക്കണം. Here it says that if it falls on a stony ground, അത് ഒരു പാറസ്ഥലത്ത് വീണുന്ന വിത്താണെങ്കിൽ, what it says? അതെന്താണ് പറയുന്നത്? Because the root did not go deeper further, ആ വേരിന് ആഴമില്ലാതിരുന്നത് കൊണ്ട്, because of suffering and trials that came, ആ ഞെരുക്കവും ഉപദ്രവങ്ങളും കടന്നു വന്നപ്പോൾ what happened? എന്ത് സംഭവിച്ചു? Immediately he stumbled. അവൻ ക്ഷണത്തിൽ ഇടറിപ്പോയി. Two things we have to understand. രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. Here the word of God says very clearly how the suffering or the persecution came. ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു എങ്ങനെ ഉപദ്രവവും ഞെരുക്കവും കടന്നു വന്നു. How? എങ്ങനെ കടന്നു വന്നു? Because of your belief in the word of God in Jesus Christ. യേശു കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസം നിമിത്തം. Or in short, ചുരുക്കം പറയുകയാണ്, because of your faith in Jesus, യേശു കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസം നിമിത്തം, because of your decision to live a Christian life, ക്രിസ്തീയ ജീവിതം വിശ്വസിക്കുവാനുള്ള നിങ്ങളുടെ തീരുമാനം നിമിത്തം, what happened? എന്ത് സംഭവിച്ചു? Persecution came. ഉപദ്രവങ്ങൾ കടന്നു വന്നു. But because പക്ഷേ the word did not have root in your life, വചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ വേരില്ലാത്തത് കൊണ്ട് you could not endure. അതിനെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. Immediately what happened? പെട്ടെന്ന് എന്ത് സംഭവിച്ചു? We stumble. ഇടറിപ്പോയി. So what is important for us first to do? The endurance. ആ സഹിച്ചു നിൽക്കുവാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? Allow the word of God to be deep rooted in our lives. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായി പോകുവാൻ നമ്മൾ, That is why we are spending time to keep reminding again and again on the principles and foundation of this word of God. അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനമായ ഉപദേശങ്ങളിലും അടിസ്ഥാനപരമായ കാര്യങ്ങളും പിന്നെയും നാം സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. Why? Because let us pray that God can really put it deeper into our hearts, നമുക്ക് പ്രാർത്ഥിക്കുക കർത്താവിന്റെ വചനം ആഴമായി നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുവാൻ, so that we will never stumble. അത് മുഖാന്തരം ഒരിക്കലും ഇടറിപ്പോകാതിരിക്കുവാൻ. So let us all pray that word of God should be very deep rooted in our hearts, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വചനം ആഴമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി so ചെല്ലുവാൻ, that we can endure അത് മുഖാന്തരം നമ്മൾ സഹിച്ചു നിൽക്കുവാൻ, any suffering, ഏത് കഷ്ടത, any persecution ഏത് ഉപദ്രവങ്ങളും that can come. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ Because word of സാധ്യതയുണ്ട്. God does not say that it does not come. ദൈവത്തിന്റെ വചനം പറയുന്നില്ല വരത്തില്ല എന്ന്. It says that can come. ദൈവത്തിന്റെ വചനം പറഞ്ഞ വരുവാൻ And സാധ്യതയുണ്ട്. if it comes, അത് വന്നു കഴിഞ്ഞാലും what we have to do? നാം എന്താണ് We ചെയ്യേണ്ടത്? have to endure. നമ്മൾ സഹിച്ചു നിൽക്കണം. How that can be endured? എങ്ങനെ സഹിച്ചു നിൽക്കുവാൻ കഴിയും? That we can believe that what God says. ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ We വിശ്വസിച്ചുകൊണ്ട്, believe in the word of God. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചു, Allow the word of God to come into our lives ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ and അനുവദിച്ചുകൊണ്ട്, stay on the truth. ഈ സത്യത്തിൽ നിലനിന്നുകൊണ്ട്, Let us stand on the truth. ആ സത്യത്തിൽ തന്നെ നിൽക്കുക, Let us speak the truth. സത്യം തന്നെ സംസാരിക്കുക. Don't be
Don't be influenced by what you hear outside. ആ പുറത്തു നിന്ന് കേൾക്കുന്ന കാര്യങ്ങളിൽ നാം സ്വാധീനപ്പെട്ടു Don't be പോകരുത്. influenced by what all preachers will preach outside. ആ പുറത്തുള്ള പ്രാസംഗികന്മാർ എന്തൊക്കെ പ്രാസംഗിക്കുന്നു അതിലൊന്നും You സ്വാധീനപ്പെട്ടു need to be പോകരുത്. sure about the word of God. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നിങ്ങൾ നിശ്ചയമുള്ളവരായിരിക്കും. Sometimes a preacher may speak about some glorious things. That is also a word of God. ആ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില പ്രാസംഗികന്മാർ മഹത്വകരമായ കാര്യങ്ങൾ Sometimes പ്രസംഗിച്ചു. the preacher may speak about some miracles, which is the word of God. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ അത്ഭുതങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനദാസന്മാർ But സംസാരിച്ചിരിക്കും. never conclude in your life പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കൺക്ലൂഡ് ചെയ്യരുത്. that saying that you will never have troubles in your life. ഒരിക്കലും പ്രശ്നങ്ങളില്ല എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കരുതരുത്. Because that context that they speak അവർ സംസാരിക്കുന്ന അതിന്റെ പശ്ചാത്തലം is maybe of that topic only. ഒരുപക്ഷെ ആ ഒരു ടോപ്പിക്കിൽ മാത്രം But ഉള്ളതായിരിക്കും. you and me should be very clear about the scriptures, പക്ഷേ ദൈവവചനത്തെ കുറിച്ച് നാം എല്ലാവരും വളരെ so വ്യക്തമായിരിക്കും. that you do not take only one context and believe only in that context. ഒരു പശ്ചാത്തലം മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ള പശ്ചാത്തലം നാം So വിശ്വസിക്കുന്നവരായിരിക്കും. be sure, വളരെ നിശ്ചയമുള്ളവരായിരിക്കും. Bible is for us. ദൈവത്തിന്റെ വചനം Word നമുക്കുള്ളതാണ്. of God is very clear for us. ദൈവത്തിന്റെ വചനം നമുക്ക് വളരെ വ്യക്തമായിരിക്കും. Every word, every scripture എല്ലാ വചനങ്ങളും are inspired from God. ദൈവശാസ്ത്രീയമായിരിക്കുന്നു. They are God breathed. ദൈവം ശ്വസിച്ചതാണത്. Every word of God, എല്ലാ ദൈവത്തിന്റെ വചനവും they are true. അതെല്ലാം സത്യമാണ്. Every word of God എല്ലാ ദൈവത്തിന്റെ is വചനവും living and powerful. ജീവനും ചൈതന്യമുള്ളതാണ്. It works in our lives. അത് നമ്മുടെ ജീവിതത്തിൽ It works in പ്രവർത്തിക്കുന്നു. any life. അത് ആറ് ജീവിതത്തിലും It can പ്രവർത്തിക്കും. transform any life. ഏത് ജീവിതത്തെ It can രൂപാന്തരപ്പെടുത്തുവാൻ change any life. ഏത് വിധത്തെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയും. Only if you allow. പക്ഷെ നിങ്ങൾ സമ്മതിച്ചു If you കൊടുത്തെങ്കിൽ do not മാത്രം. allow the word of God, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ സമ്മതം if you കൊടുത്തില്ലെങ്കിൽ, allow your heart to be hardened, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ, if you allow your heart to be hardened, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ, then we will not reap the benefits of the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ ഉപകാരങ്ങൾ നമുക്ക് കൊയ്യുവാൻ So കഴിയുകയില്ല. now let's see how the early church faced this trouble. എങ്ങനെയാണ് ആദിമസഭ ഈ പ്രശ്നങ്ങളോട് എങ്ങനെയാണ് അവർ ഫേസ് ചെയ്തത്? How did they face when they were totally new in the church? ആ ആദിമസഭയിൽ അവരൊക്കെയും തുടക്കക്കാരായിരിക്കുമ്പോൾ അവർ എങ്ങനെ അതിനൊക്കെ ഫേസ് We can see Acts of the Apostles. We can see how the early church, they really, the charismatic movement, or we can see the strong Holy Spirit filled life which began in their lives. ആദിമസഭയിൽ അവർ ആ തുടക്കത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ കരിസ്മാറ്റിക് മൂവ്മെന്റിലൂടെ അവർ നടത്തിക്കൊണ്ട് പോയെന്ന് So we can see from chapter 2 onwards, അതിന്റെ 2-ാം അധ്യായം തൊട്ട് കാണുവാൻ കഴിയുന്നത് the Holy Spirit filled church, ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഭ. and then how the church grew, പിന്നെ എങ്ങനെ സഭ വളർന്നു, how the church was very clear about the word of God. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അവർക്ക് എങ്ങനെ എപ്രകാരം വ്യക്തത ഉണ്ടായിരുന്നു. But when we come to chapter 5, അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ we can see that they are undergoing troubles now. അവരുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. They are facing trouble from whom? അവർ ആരിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ നേരിടുന്നത്? The so-called religious leaders of that time. അന്നുള്ള മതപരമായ നേതാക്കളിൽ നിന്നാണ് അവർ ഉപദ്രവങ്ങൾ നേരിടുന്നത്. So let's read few things. ചില കാര്യങ്ങൾ വായിക്കാം. Acts chapter 5, അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം verse 17. അതിന്റെ 17-ാം വാക്യം. Let's read that quickly. So here we can see the story. We know that lot of great and mighty works are happening. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കഥയൊക്കെ നമുക്കറിയാം. അവിടെ അത്ഭുതകരമായ അതിശയകരമായ അനേകം കാര്യങ്ങൾ നടക്കുന്നു. And now we can see that the high priest and the Sadducees, they swoop upon them and capture them. They arrest them. They put into common prisons. അവിടെ മതാപുരോഹിതന്മാരും സദൂക്യന്മാരും അവരൊക്കെ ചേർന്ന് അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കുന്നു. Many of us know that Peter was delivered from the prison. You know all that. നമുക്ക് അനേകർക്കറിയാം പത്രോസിനെ കർത്താവ് കാരാഗ്രഹത്തിൽ നിന്ന് We say that the church prayed and Peter was delivered from the prison. നമ്മളറിയാം സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. Do you know there was a miracle before that? പക്ഷെ അതിനു മുൻപ് ഒരു അത്ഭുതം നടന്ന കാര്യം നമുക്കറിയാം. So when the apostles and when the people were put into common prisons, അവിടെ അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കിയപ്പോൾ, read further. അതിന് മുൻപോട്ട് വായിക്കാം. രാത്രിയിലോ കർത്താവിന്റെ അപ്പൊ പത്രോസിനെ മാത്രമല്ല വിടുവിച്ചത്. So we all know about the story of how God delivered Peter from the prison. But before that also what happened? The angel of the Lord came in the night and delivered. Read that in English. By night, an angel of the Lord opened and brought them out and said, "Go stand in the temple and speak to the people all the words of this life." So here we can see the right from the beginning. ഇവിടെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ It's കഴിയും. the early church. അത് ആദിമസഭയാണ്. So what happened? എന്ത് സംഭവിച്ചു? They were all very enthusiastic. അവർ എല്ലാവരും വളരെ They were ഉത്സുകരായിരുന്നു. all in high spirits. അവരെല്ലാം വളരെ ആത്മാവ് നിറഞ്ഞവരായിരുന്നു. And mighty miracles are happening. വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ അവിടെ But നടക്കുന്നു. now suddenly things start changing. പക്ഷെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മാറി But they are ready.
പക്ഷെ അവർ തയ്യാറായിരുന്നു. They're ready. അവർ തയ്യാറായിരുന്നു. They're ready for all that is expected in their life. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ തയ്യാറായിരുന്നു. How that is built? എങ്ങനെയാണ് അത് പണിതത്? How that is built? എങ്ങനെയാണ് അവർ പണിതത്? Because they are committed to the Lord. കാരണം അവർ കർത്താവിന് അവർ കമ്മിറ്റഡ് The ആയിരുന്നു. question for us tonight: നമുക്ക് ഈ രാത്രികാലം നമ്മളോടുള്ള ചോദ്യം, are you really committed to the Lord? നിങ്ങൾ കർത്താവിന് വളരെ കമ്മിറ്റഡ് ആണോ? Because we are still struggling to show our protest, to show all our things in many ways in the church also. നമ്മൾ ദൈവസഭയിൽ നമുക്ക് അനേക വിഷയങ്ങൾ നമ്മുടേതായ പ്രൊട്ടസ്റ്റുകൾ കാണിക്കുവാൻ നാം ഇന്നും നമ്മൾ The question is, are you committed to the Lord? നിങ്ങൾ കർത്താവിൽ സമർപ്പിതരാണോ? Are you really committed to the Lord? നിങ്ങൾ കർത്താവിൽ റിയൽ കമ്മിറ്റഡ് ആണോ? Because these people were not taught that there will be problems. ഈ ഇവിടെയുള്ള ആളുകൾക്ക് അവർക്ക് പഠിപ്പിച്ചില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു But വരും. when it came, പക്ഷെ അവർ കടന്നു വന്നപ്പോ because of their committed to the Lord, അവർ കർത്താവിന് സമർപ്പിതരായിരുന്നത് കൊണ്ട് they endured every situation in their life. അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ഏത് സാഹചര്യങ്ങളും അവർ സഹിച്ചു നിൽക്കുവാനായിട്ട് They were put in prisons. അവർ തടവിലാക്കപ്പെട്ടു. God delivered them ദൈവം അവരെ വിടുവിച്ചു. and told them, go അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുക, to the temple നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുക, openly and publicly. നിങ്ങൾ പബ്ലിക്കായിട്ട് You തന്നെ proclaim the gospel of Jesus Christ. കർത്താവിന്റെ സുവിശേഷം പ്രസ്താവിക്കുക. They went. അവർ പോയി. So we are engrossed in so many things of our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേകം കാര്യങ്ങൾ എൻഗ്രോസ് ആയിരിക്കുന്നു. We are preoccupied with so many things of our life. നമ്മുടെ ജീവിതത്തിൽ അനേകം വിഷയങ്ങൾ നാം പ്രിയോക്യുപ്പയായിരിക്കുന്നു. And that is where we are forgetting what is our purpose, what is our calling. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം, നമ്മുടെ വിളിയുടെ ഉദ്ദേശം നാം മറന്നു പോകുന്നത്. We are wasting our life in thinking other things. നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം We പാഴാക്കുകയാണ്. are wasting our life even when we know the truth. നമ്മൾ സത്യം അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. So we have to know that what God is speaking to us. ദൈവം നമ്മളോട് എന്ത് സംസാരിക്കുന്നു നാം അറിയണം. The question to us is, are you committed to the Lord? നമ്മളോടുള്ള ചോദ്യം, നാം കർത്താവിന് കമ്മിറ്റഡ് ആണോ? And they were so committed. അവർ അത്രമാത്രം കമ്മിറ്റഡ് ആയിരിക്കുമ്പോ Because what happened? അവിടെ എന്ത് സംഭവിച്ചു? God delivered them അവരെ ദൈവം വിടുവിച്ചു. and told them to again proclaim. അവരോട് പിന്നെയും പറഞ്ഞു, നിങ്ങൾ പിന്നെയും പ്രസ്താവിക്കുക. Which means what can happen? അവരോട് എന്ത് സംഭവിക്കാൻ? They can again be arrested. പിന്നെയും അവരെ അറസ്റ്റ് ചെയ്യുവാൻ It can ഇടയാകും. go to other level of arrest. പിന്നെയും വേറൊരു തലത്തിലേക്ക് അവർ അറസ്റ്റ് കാണപ്പെടുവാൻ ഇടയാകും. But what they did, പക്ഷെ അവരെന്ത് ചെയ്തു? they obeyed. അവരനുസരിച്ചു. They were committed. അവർ കമ്മിറ്റഡ് ആയിരുന്നു. Why? എന്തുകൊണ്ട്? Read further. And when they heard that, they entered the temple early in the morning and taught. But the high priest, those who with him, and those with him, came and called the council together, and with all the elders of the children of Israel, and sent to the prison to have them brought. But when the officers came and did not find them in the prison, they returned and reported. Okay, now read verse 25 and 26. So one came and told them, saying, Sorry, read for 27 only because we don't have time. Yeah. when they had brought them, they set them before the council. And the high priest asked them, saying, Did we not strictly command you to not teach this? Did we not strictly command you not to teach in his name? And look, you have filled Jerusalem with your doctrine, and intend to bring this man's blood on us. And what did Peter and the other apostles answer? But Peter and the other apostles answered and said, We ought to obey God rather than men. We ought to obey God rather than men. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ Read അനുസരിക്കേണ്ടതാകുന്നു. the verse in Malayalam. So they were very clear. They were committed and they were obedient to God. അവർ കർത്താവിനോട് സമർപ്പിതരായിരുന്നു, കർത്താവിനോട് അനുസരണമുള്ളവരായിരുന്നു. For enduring any suffering. ജീവിതത്തിൽ ഏത് കഷ്ടത സഹിക്കുവാൻ What is most important? എന്താണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്? Number one, ഒന്നാമത്തെ കാര്യം, first of all, your heart should be good നമ്മുടെ ഹൃദയം ഏറ്റവും നന്നായിരിക്കണം. so that the word of God can be sowed in the right place, അത് മുഖാന്തരം ദൈവത്തിന്റെ വചനം ശരിയായ സ്ഥലത്ത് so വിതയ്ക്കപ്പെടുക. that you will never stumble. അത് മുഖാന്തരം ഒരു സ്ഥലത്തും ഒരിക്കലും You will never be a moody Christian. ഒരിക്കലും ഒരു മൂടിയായ ക്രിസ്ത്യാനിയായി നിങ്ങൾ You will ആയിരിക്കരുത്. never be a seasonal Christian. ഒരു സീസണൽ ക്രിസ്ത്യാനിയായിരിക്കും നിങ്ങൾ You will never be a circumstantial Christian. ഒരിക്കലും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു You ക്രിസ്ത്യാനിയായിരിക്കും. will never be an opportunistic Christian. ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റി ക്രിസ്ത്യാനിയായിരിക്കത്തില്ല. Opportunist Christian is what we are seeing. ഓപ്പർച്യൂണിറ്റി ക്രിസ്ത്യാനികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Only when you need something, you will be a Christian. ചില കാര്യങ്ങൾ ആവശ്യമായിരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ട്, Or when you want to achieve something, you want to be a good Christian. ചില കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ഒരു നല്ല ക്രിസ്ത്യാനിയായിരിക്കും. That is called opportunistic Christian. അതാണ് അവസരവാദിയായിരിക്കുന്ന ഒരു You ക്രിസ്ത്യാനി. can do all the wrong things, എല്ലാ തെറ്റായ കാര്യങ്ങൾ ചെയ്തു, but immediately switch to a good form of godliness. പിന്നെ പെട്ടെന്ന് വളരെ ഒരു ആത്മീയ വേഷം ധരിക്കുവാനിടയാകും. That is what word of God says. അതുകൊണ്ട് അവിടെയാണ് ദൈവത്തിന്റെ വചനം In the പറയുന്നത്. end time, this will
increase more and more. അന്ത്യകാലത്ത് ഇത് അധികം വർദ്ധിച്ചു It is വരും. not called about the worldly people, it is about the church. അത് ലോക ജനത്തെ കുറിച്ചല്ല പറയുന്നത്, ദൈവസഭയെ കുറിച്ചാണ് Men പറയുന്നത്. will be lovers of themselves. അവർ ദൈവജനം സ്വസ്നേഹികളാകും. Men will be lovers of money. മനുഷ്യർ ദിവ്യാഗ്രഹികളായി They തീരും. will do everything that they want for their self-centeredness. അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുവാൻ They can ഇടയായിത്തീരും. even despise authorities. അവർ അധികാരികളെ ഡിസ്പൈസ് ചെയ്യുവാൻ, That is called as what? അതാണ് എന്ത് പറയുന്നത്, Form of godliness. ആത്മീയ വേഷം, Denying its power. അതിന്റെ ശക്തിയെ ത്യജിക്കുന്നത്. You can do all things. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. But now understand what the word of God says. പക്ഷെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? What is expected from us? ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു A true heart. ഒരു സത്യമായ So that the ഹൃദയം. word of God can come deep into our lives. അത് മുഖാന്തരം ദൈവത്തിന്റെ വചനം ആഴമായി നമ്മുടെ So that you ഹൃദയത്തിലേക്ക് will വന്ന് never be an opportunist Christian. You will always be a strong Christian, enduring till the end. അത് മുഖാന്തരം ഒരു അവസരവാദിയായ ക്രിസ്ത്യാനിയല്ലാതെ അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി നിൽക്കുവാൻ കഴിയും. Number 2, രണ്ടാമത്തെ കാര്യം, be committed to the Lord. കർത്താവിന് Your സമർപ്പിതരായിരിക്കുക. commitment doesn't come when God gives you all the gifts. ആ ക്രിസ്തു നിങ്ങൾക്ക് എല്ലാ നല്ല ദാനങ്ങളും തരുമ്പോഴുള്ള കമ്മിറ്റ്മെന്റ് Your അല്ല. commitment on the day one ഇത് നമ്മുടെ സമർപ്പത ഒന്നാം ദിവസം തൊട്ട് is a fresh church. ഇതൊരു പുതിയ സഭയാണ്. They have just begun. അവർ തുടങ്ങിയതേ ഉള്ളൂ. They do not know many things. അവർക്ക് അനേകം കാര്യങ്ങൾ അറിയത്തില്ല. They have the Old Testament laws with them. അവർക്ക് പഴയ നിയമത്തിന്റെ നയപ്രമാണങ്ങളുണ്ട്. They do not have the New Testament covenant for them to understand and learn. അവർക്ക് പുതിയ നിയമത്തിന്റെ ഉടമ്പടികളില്ല, അതിനെ പഠിക്കുവാനുള്ള കാര്യങ്ങൾ. They have started to just remember what Jesus taught them. അവർ യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. And especially when Jesus, after his death and resurrection, before he ascended to heaven, he again spent time to remind them and teach them. യേശു കർത്താവിന് മരിച്ച് പുനരുദ്ധാനത്ത് സ്വർഗത്തിൽ എടുക്കപ്പെട്ടതിന് മുൻപേ അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്ത് അനേകം കാര്യങ്ങൾ പിന്നെയും അവർ ഓർമ്മപ്പെടുത്തി. Now what they are doing? ഇപ്പോൾ അവർ എന്താണ് They ചെയ്യുന്നത്? are committed to the Lord. അവർ കർത്താവിന് സമർപ്പിതരായി. Things changed. അവസ്ഥകളൊക്കെ Ananias and Sapphira was killed in the middle of the meeting. ആ അനന്യാസും സഫീരയും മീറ്റിംഗിലെ നടുവിൽ കൊല്ലപ്പെട്ടു. It is a great thing that happened. അവിടെ നടന്ന ഏറ്റവും വലിയ It സംഭവമാണ്. is a shocking thing that happened. അവർക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ള They സംഭവമാണ്. never thought. ഇതിനെ കുറിച്ച് അവർ ഒരിക്കലും അങ്ങനെ I can just ചിന്തിച്ചില്ല. remember what happened to David. ആ ദാവീദിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഒന്ന് We can ഓർമ്മിപ്പിക്കുന്നു. see when the Ark of the Covenant was come back from the Philistines back to the Israel. ആ ദൈവത്തിന്റെ പെട്ടകം ഫെലിസ്ത്യ ദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് മടങ്ങി കൊണ്ടുവന്നപ്പോൾ, When they were carrying the Ark of the Covenant, ആ ദൈവത്തിന്റെ പെട്ടകം അവർ ഒഴിച്ചു കൊണ്ടുവരുമ്പോൾ there was a great wrath of God which came when it was tumbled. ആ ദൈവത്തിന്റെ വലിയൊരു കോപം അവിടെ കടന്നു വന്ന് അവരൊക്കെയും ഇടറിപ്പോയി. And David had to say that, how can then I carry the Ark of our Covenant? ദാവീദ് പറഞ്ഞു, എങ്ങനെ എന്റെ പെട്ടകത്തിന്റെ It ദൈവത്തിന്റെ was shocking for him. അവർക്കൊക്കെയും വളരെ ഷോക്കിംഗ് ആയിരുന്നു. How can the people of God, when they are so eager to get the Ark of the Covenant, but there is a great wrath of God which came there. ദൈവത്തിന്റെ പെട്ടകത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനങ്ങളുടെ നടുവിലേക്ക് ദൈവത്തിന്റെ കോപമാണ് കടന്നു വന്നത്. And David said that, then who can do this? അതിന് ദാവീദ് പറഞ്ഞു, ആർക്ക് ഇത് ചെയ്യുവാൻ How കഴിയും? can we stand before the Lord? എങ്ങനെ ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ കഴിയും? And we can see the same similar thing happening here. ഇവിടെ ഇത് തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ The കഴിയും. church is established. ആ ദൈവത്തിന്റെ സഭ സ്ഥാപിക്കപ്പെട്ടു. People started to gather. ആ ആൾക്കാർ കൂടി വരുവാൻ തുടങ്ങി. People started to increase. ആ ആൾക്കാർ വർദ്ധിക്കുവാൻ തുടങ്ങി. People started to sell their possessions. അവരുടെ ആ സ്വത്തുവകളൊക്കെ വിൽക്കുവാൻ തുടങ്ങി. And just because of some certain things which happened, ചില കാര്യങ്ങൾ നടന്നത് മുഖാന്തരം, because of the evil heart which is there in human beings, ആ മനുഷ്യരിലുള്ള ദുഷ്ടഹൃദയം ഉണ്ടായത് മുഖാന്തരം we can see നമുക്ക് കാണുവാൻ കഴിയുന്നത് punishment of God right in front. ദൈവത്തിന്റെ ശിക്ഷാവധി അവരുടെ നടുവിലേക്ക് They കടന്നു. have all faced this. അവരെല്ലാം ഇതൊക്കെയും ഫേസ് They are all seeing this. അവരൊക്കെയും ഇതൊക്കെയും കണ്ടു. No questions asked. അവർ ചോദ്യം It's ചോദിച്ചില്ല. very important for us to know. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് There is a great things happening. ഒരു വലിയ കാര്യങ്ങൾ സംഭവിച്ചു. There are great, they can see something grave happening there. അവർക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ചില വലിയ കാര്യങ്ങൾ There is സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. seriousness which is happening there. ഒരു വളരെ ഗൗരവകരമായ കാര്യങ്ങൾ Then സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. what happened? പക്ഷെ എന്ത് സംഭവിക്കുന്നു? They were committed to the Lord. അവർ കർത്താവിൽ It സമർപ്പിതരായി. is not about fear. അതൊരു ഭയത്തെ It കുറിച്ചല്ല. is not about that God is going to put wrath upon people. ദൈവത്തിന്റെ കോപം മനുഷ്യരുടെ മേൽ ഇടുന്നു എന്നുള്ള കാര്യമല്ല. No. അങ്ങനെയല്ല. The word of God came into their hearts. അവർ ദൈവത്തിന്റെ വചനം അവർ What ഹൃദയത്തിലേക്ക് Jesus spoke to them, യേശു കർത്താവ് അവരോട് പറഞ്ഞത്, that I died for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി I മരിച്ചു. gave my life for you. ഞാൻ എന്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു He തന്നു. restored Peter. അവർ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. Peter, who was he?
പത്രോസ് ആരായിരുന്നു? He denied Jesus. കർത്താവിനെ He നിഷേധിച്ചവനായിരുന്നു. denied God. കർത്താവിനെ തള്ളി പറഞ്ഞവനായിരുന്നു. He lost his faith, തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. all his eagerness, തന്റെ എല്ലാ ഈഗർനെസ്സും, the zeal that he had. തനിക്കുണ്ടായിരുന്ന എല്ലാ ഉത്സാഹവും It all became like vapor. അതെല്ലാം ഒരു ആവിയെ പോലെയായി. He came to know that he denied Jesus. അവൻ അറിയുവാനിടയായി താൻ കർത്താവിനെ തള്ളി പറഞ്ഞു. He repented of it. അതിനെക്കുറിച്ച് ഓർത്ത് അനുദപിച്ചു. But Jesus reconciled him പക്ഷേ യേശു കർത്താവ് തന്നോട് and നിരപ്പിച്ചു. told him, അവനോട് പറഞ്ഞു, "Do you love me more than this?" നീ ഇതിനൊക്കെയും അധികമായി His heart was established. തന്റെ ഹൃദയത്തെ He സ്ഥിരപ്പെടുത്തി. was ready to die for Jesus. കർത്താവിന് വേണ്ടി മരിക്കുവാൻ അവൻ All the apostles of Jesus, ഈ അപ്പോസ്തലന്മാർ എല്ലാ all these disciples, എല്ലാ കർത്താവിന്റെ whoever ശിഷ്യന്മാരും received the word of God, ആരൊക്കെ കർത്താവിന്റെ വചനം they were all സ്വീകരിച്ചു, ready. അവരൊക്കെ They തയ്യാറായിരുന്നു. were all ready for what? അവരൊക്കെ To തയ്യാറായിരുന്നു. give their lives. അവർ കർത്താവിന് വേണ്ടി ജീവിതം They were കൊടുക്കുക. ready to die for Jesus. അവർ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായിരുന്നു. And that is why, അവിടെയാണ് even though things happened around them, അവർക്ക് നടക്കുന്ന സംഭവങ്ങളൊക്കെ they did not have a question. അവർക്കൊരു They ചോദ്യമുണ്ടായി. were put in prisons. അവർ തടവിലാക്കപ്പെട്ടു. For what? എന്തിനു വേണ്ടി? For their belief. അവരുടെ വിശ്വാസം നിമിത്തം. For their belief in Jesus. കർത്താവിൽ അവരുടെ വിശ്വാസം For നിമിത്തം. their belief in the truth. അവർ സത്യത്തിലുള്ള വിശ്വാസം And നിമിത്തം. who arrested them? ആരാണ് അവരെ അറസ്റ്റ് ചെയ്തത്? The so-called religious leaders whom they were following just some moment before. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെയും അവർ അനുഗമിച്ചു കൊണ്ടിരുന്ന അവരുടെ മത നേതാക്കന്മാരായിരുന്നു. That time they were carrying them in high esteem. അവരെ വളർന്ന ഉയർന്ന രീതിയിൽ വഹിച്ചു കൊണ്ടുപോകുന്നവരായിരുന്നു. They were treating them in high esteem. വളരെ ഉയർന്ന മതിപ്പായിരുന്നു അവരെ കുറിച്ച്. But now പക്ഷേ ഇപ്പോൾ എന്ത് they സംഭവിച്ചു? are devoted and committed to one. ഇപ്പോൾ അവരുടെ ജീവിതം ഒന്നിനു മാത്രം Who സമർപ്പിതരായിരിക്കും. is that? ആരാണത്? Jesus. യേശു കർത്താവ്. And for that, അതിനുവേണ്ടി even if anything happens, അവർക്ക് എന്ത് even സംഭവിച്ചാൽ if the so-called society will put any obstruction, അന്നുള്ള സമൂഹം ഏത് തടസ്സവും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും they were ready to endure. അതിനു വേണ്ടി സഹിച്ചു And that is നിൽക്കുവാനായിട്ട് what we can see. They obeyed God. Second thing, അവര് ദൈവത്തെ so അനുസരിക്കുന്നവർ. what happened? They were committed to the Lord. അവർ കർത്താവിന് സമർപ്പിതരായിരുന്നു. They were obedient. അവർ Your അനുസരണമുള്ള obedience will come when you are committed. അനുസരണം കടന്നു വരുന്ന നിങ്ങൾ If you are not സമർപ്പിതം. committed to the Lord, നിങ്ങൾ കർത്താവിന് സമർപ്പണമില്ല there എങ്കിൽ is no way that you can obey. ഒരിക്കലും നിങ്ങൾക്ക് അനുസരിക്കുവാൻ You can കഴിയുകയില്ല. obey if it is easy for you, നിങ്ങൾക്ക് അനുസരിക്കുവാൻ എളുപ്പമായിരിക്കും. but you will not obey when it is difficult for you. പക്ഷേ നിങ്ങൾക്ക് പ്രയാസമുള്ളപ്പോൾ നിങ്ങൾ അനുസരിക്കത്തില്ല. So now these people have come. പക്ഷേ ഈ ആൾക്കാർ ഇപ്പോൾ കടന്നു വന്നു. Didn't we tell you not to do this? നിങ്ങളോട് ഇത് ചെയ്യരുത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ? Didn't we tell you that you should not take this name of Jesus? യേശു കർത്താവിന്റെ നാമം എടുക്കരുത് ഞാൻ നിങ്ങളോട് So പറഞ്ഞില്ലേ? what did Peter and the apostles say? അപ്പോസ്തലന്മാരും പത്രോസും എന്താണ് They പറഞ്ഞത്? did not say any other word. വേറൊന്നും അവർ പറഞ്ഞില്ല. But what did they say? അവരെന്താണ് പറഞ്ഞത്? We ought to obey God rather than men. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടിയിരിക്കുന്നു. They plotted to kill them. അവരെ കൊല്ലുവാനുള്ള പദ്ധതി ഇട്ടു. They thought of, okay, let us finish these people. അവരെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുവാനുള്ള പദ്ധതി ഇട്ടു. And we can see the story. നമുക്ക് കാണുവാൻ കഴിയുന്നത് That there was an intervention by Gamaliel. ഗമാലിയലുടെ ഇടപെടൽ അവിടെ ഉണ്ടായി. And then we can see that they held back. അവർ അതിൽ നിന്ന് പുറകോട്ട് മാറി. Let us see how the chapter finishes. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ അധ്യായം കഴിഞ്ഞത്. Verse 39 onwards. 39 വാക്യം തൊട്ട്. Sorry. Verse 40 onwards. 40 വാക്യം തൊട്ട്. They agreed with him, and when they had called for the apostles and beaten them, they commanded so that they should not speak in the name of Jesus, and let them go. So they departed from the presence of the council, rejoicing that they were counted worthy to suffer shame for his name. And daily in the temple and in every house, they did not cease teaching and preaching Jesus as Christ. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. Praise the Lord. We can see here that after their discussions among them, they decided to set them free, to allow them to go. അവരുടെ ഇടയിലുള്ള ചർച്ചകളൊക്കെയും അവസാനമായി അവരെ ഫ്രീ ആയിട്ട് വിടുവാൻ അവർ But തീരുമാനിച്ചു. what did they do? പക്ഷെ എന്താണ് അവർ They ചെയ്തത്? called the apostles. അവർ അപ്പോസ്തലന്മാരെ വരുത്തി. And what did they do? അവരെന്ത് ചെയ്തു? What did they do? അടുപ്പിച്ചു. They beat them. അവരെ അടുപ്പിച്ചു. So it is not that just they talk and say, okay, go. അവരെ സംസാരിച്ച് അവരെ വെറുതെ വിട്ടെന്നല്ല. What happened? എന്ത് സംഭവിച്ചു? They were beaten. അവർ അടിക്കപ്പെട്ടു. They were beaten. അവർ അടിക്കപ്പെട്ടു. Then they commanded them പിന്നീട് അവരോട് പറഞ്ഞത് that you should not speak again in this name, യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് അവരോട് കൽപ്പിച്ചു. and let them go. അവരെ വിട്ടയച്ചു.
Verse 41 says, അതിന്റെ 41 വാക്യം പറയുന്നത്, they all departed from the presence of the council. ആ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിന്ന് അവർ പുറപ്പെട്ടു പോയി. What is that word written there? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? Rejoicing. അവർ സന്തോഷത്തോടെ Rejoicing that സന്തോഷിച്ചുകൊണ്ട് they were counted worthy അവര് യോഗ്യന്മാരായി എണ്ണപ്പെടുകയാ, to suffer shame for his name. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ. Praise the Lord. Praise the Lord. Commitment comes. സമർപ്പണം കടന്നു വരുന്നത്, Obedience comes. അനുസരണം കടന്നു If വരുന്നത്. you're not committed to the Lord, നമ്മൾ കർത്താവിനോട് കമ്മിറ്റഡ് you will never have the joy. ഒരിക്കലും സന്തോഷം So what ഉണ്ടാകും. happened? എന്ത് സംഭവിച്ചു? They rejoiced. അവർ സന്തോഷിച്ചു. Why? എന്തുകൊണ്ട്? They knew അവർക്കറിയാം that they were counted. അവര് യോഗ്യന്മാരായി They എണ്ണി. were counted worthy to suffer shame ആ അപമാനം സഹിക്കുവാൻ അവർ യോഗ്യന്മാരായി എണ്ണി. for his name. കർത്താവിന്റെ നാമം നിമിത്തം. That is what today we are talking about, enduring. അതാണ് ഈ രാത്രികാലം നമ്മൾ പറഞ്ഞത്, സഹിച്ചു നിൽക്കുക. So why we have to endure this? നമ്മൾ എന്തുകൊണ്ട് ഇതിനെ സഹിച്ചു നിൽക്കണം? So let's go back to Peter now. പിന്നെ നമുക്ക് പത്രോസിലേക്ക് കടന്നു പോകാം. So Peter brings something very important. പത്രോസിലൊക്കെ പ്രധാനമായ ചില കാര്യങ്ങൾ കൊണ്ട്, If you suffer for righteousness' sake, നിങ്ങൾ നീതി നിമിത്തം കഷ്ടം read സഹിക്കുക. verse 14. അതിന്റെ 14 വാക്യം വായിക്കാം. But even if you should suffer for Christ, You are blessed. you are blessed. Praise the Lord. Enough. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. What is the blessedness of suffering? എന്താണ് കഷ്ടതയുടെ നടുവിലുള്ള അനുഗ്രഹം? Counting worthy, യോഗ്യന്മാരായി എണ്ണപ്പെടുക. to know that we are counted as worthy by God. ദൈവത്താൽ യോഗ്യന്മാരായി എന്ന് എണ്ണപ്പെട്ടതുകൊണ്ട്. This is how we should think about it. ഇതിനെ കുറിച്ച് നാം ഇങ്ങനെയാണ് ചിന്തിക്കുക. Otherwise, we will not know. അല്ലെങ്കിൽ നമുക്ക് We think അറിയത്തില്ല that what is blessedness? എന്താണ് അനുഗ്രഹിക്കപ്പെട്ട What അവസ്ഥ. is blessedness that God is talking about? ദൈവം പറയുന്നത് എന്താണ് ഈ ഭാഗ്യാവസ്ഥ? On the Sermon on Mount, Jesus said what? യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് എന്താണ്? Those who are persecuted for righteousness' sake, for theirs is the kingdom of heaven. നീതി നിമിഷ കഷ്ടം അനുഭവിക്കുന്നവർ സ്വർഗരാജ്യം അവർക്കുള്ളത്. It does not finish there. അവിടെ കൊണ്ട് അത് തീരുന്നില്ല. Let's read further. അതിന്റെ മുൻപോട്ട് വായിക്കാം. Matthew chapter 10, മത്തായി 10-ാം അധ്യായം verse 13. Verse 13. അതിന്റെ 13-ാം വാക്യം. You are the salt of the earth. Kala. 5-ന്റെ 13, 5:13. Blessed are you. Blessed are you when they revile and persecute you Say all kinds of and say all kinds of evil against you. evil against you Falsely for my sake. falsely. For what sake? Because sometimes people can say, slander you, or they say bad things about you because of our bad life. നമ്മുടെ തെറ്റായ ജീവിത മുഖാന്തരം ആളുകൾ നമ്മളെ ദുഷിച്ചു പറയുവാനും നമ്മളെ ദ്രോഹിക്കുവാനും ഇടയാകും. But here it is said what? പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? It's not about their bad life. അവർ തെറ്റായ ജീവിതം കൊണ്ടല്ല, For my name's sake. എന്റെ നിമിത്തം, For my name's sake. എന്റെ നാമ നിമിത്തം People will slander you. ആൾക്കാർ നിങ്ങളെ ദുഷിക്കും. They will call names. അവർ ഞങ്ങളെ പല പേരുകൾ They will say many things. അനേകം കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയും. Blessed are you. അവർ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. What is written there? അവിടെ എന്താണ് പറയുന്നത്? Rejoice and be exceedingly glad. For great is your For great is your reward reward in heaven. where? Heaven. For so they persecuted the prophets who were before you. Praise the Lord. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവേൻ. So what is the blessedness? എന്താണ് ഭാഗ്യാവസ്ഥ? We saw first നമ്മൾ ആദ്യം കണ്ടത് that God has given us a privilege. ദൈവം നമുക്കൊരു ഭാഗ്യപദവി We are തന്നിട്ടുണ്ട്. special people. നമ്മളെല്ലാവരും സ്പെഷ്യൽ പീപ്പിൾ ആണ്. I know for sure നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, that people who have suffered more than us, നമ്മളെക്കാൾ അധികം കഷ്ടത സഹിച്ചവർ, I know എനിക്കറിയാം, that they have a greater reward in heaven. അവർക്ക് സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലമുണ്ട്. We can't argue. നമുക്ക് അതിനെ കുറിച്ച് ആർഗ്യൂ ചെയ്യാൻ കഴിയത്തില്ല. We can't. നമുക്ക് അതിനെ കുറിച്ച് കഴിയത്തില്ല. Because today we are here. നമ്മൾ ഈ രാത്രികാലം ഇവിടെ ആയിരിക്കുന്നത്, None of us is undergoing any suffering or any persecution. നമ്മൾ ആരും ഒരു ഉപദ്രവങ്ങളിലൂടെയോ കഷ്ടത്തിലൂടെ കടന്നു No പോകും. one. നമ്മൾ ആരും None of us is going through. നമ്മൾ ആരും അങ്ങനെ കടന്നു But പോകുന്നില്ല. as we speak, പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ട് there are people അനേക ആളുകളുണ്ട് who are undergoing suffering. കഷ്ടത്തിലൂടെ കടന്നു They പോകുന്നത്. are beaten. അവരടിക്കപ്പെടുന്നുണ്ട്. They are killed as we speak. അവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ Their കൊല്ലപ്പെടുന്നു. goods have been taken. അവരുടെ വസ്തുക്കളൊക്കെയും Their എടുക്കും. houses have been plundered.
plundered. അവരുടെ വീടുകളൊക്കെ Some കൊള്ളയടിക്കപ്പെടുന്നു. people are ostracized from their society. അവരുടെ സമൂഹത്തിൽ നിന്നൊക്കെയും പുറത്താക്കി There are കളയുന്നു. people who have been thrown out of their village. അവരുടെ ആ ഗ്രാമത്തിൽ നിന്ന് അവരെ എറിഞ്ഞു I കളയുന്നു. know some people from the mission fields. എനിക്കറിയാം ചില മിഷൻ ഫീൽഡിലുള്ള ആൾക്കാർ They have received Christ അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചു. and they have been thrown out of their village. അവരുടെ ഗ്രാമത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. There are girls who are being harassed ആ പെൺകുട്ടികളെ ഹരാസ് ചെയ്യുന്ന കാര്യങ്ങൾ because of their faith in Jesus Christ. യേശു കർത്താവിലുള്ള വിശ്വാസം I നിമിത്തം cannot even speak out here what is going through their lives. അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയുവാൻ കഴിയുകയില്ല. Because of their faith in Jesus, കർത്താവിലുള്ള അവരുടെ വിശ്വാസം മുഖാന്തരം they are ostracized from their society. അവരുടെ സമൂഹത്തിൽ നിന്ന് അവർ ഒതുക്കി വെക്കപ്പെട്ടു. Not only that, they are subjected to some very grave things against them. അവർക്കെതിരായി അനേകം തെറ്റായ അനേകം ഗ്രേവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. It is a license for people to mess around with them. അവർക്ക് അവരുടെ ജീവിതത്തോട് മെസ് ചെയ്യുവാൻ വേണ്ടി അവർക്ക് ഒരു ലൈസൻസ് കിട്ടിയതുപോലെ Why? കാര്യങ്ങൾ ചെയ്യും. എന്തുകൊണ്ട്? They are not allowed to live on this earth. They do not have any worthiness, so people can just mess around with them. ഈ ലോകത്ത് ജീവിക്കുവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ ആളുകൾ എന്തും ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ എതിരായി ചെയ്യുന്നു. But they are still holding their faith. പക്ഷെ അവരിപ്പോഴും വിശ്വാസം മുറുകെ They are still standing strong. അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. None of us are going through that. നമ്മളാരും അങ്ങനെ കടന്നു പോകുന്നില്ല. None. നമ്മളാരും. But then we have to have a question. പക്ഷെ നമുക്കുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കണം. That, Lord, കർത്താവേ, you have given us a grace. ഞങ്ങൾക്കൊരു കൃപ തന്നിരിക്കുന്നു. But Lord, give us the grace to stand when such things will come. കർത്താവേ, അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നിൽക്കുവാനുള്ള കൃപ തരണമേ. Give us the endurance to stand strong. കർത്താവേ, ഉറച്ചു നിൽക്കുവാനുള്ള സഹിഷ്ണുത തരണമേ. And not only that, അത് മാത്രമല്ല, remember to pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഓർക്കുക. Remember to pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഓർക്കുക. Great is their reward in heaven. സ്വർഗ്ഗത്തിൽ അവർക്ക് പ്രതിഫലം I വലുതായിരിക്കും. will know sure എനിക്ക് നിശ്ചയമായിട്ടും അറിയാം, when I and they will stand before God, ഞാനും അവരും ദൈവത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ they will have the special rewards for them. അവർക്ക് പ്രത്യേകമായ പ്രതിഫലം അവർക്കുണ്ടാകും. Praise God. Praise the Lord. And we should be happy about it. നമ്മൾ അതിനെക്കുറിച്ച് At the സന്തോഷിക്കണം. same time, പക്ഷെ അതോടൊപ്പം we should be enduring നമ്മൾ സഹിച്ചു നിൽക്കണം. in our daily life. നമ്മുടെ അനുദിന ജീവിതത്തിൽ Anything that comes, ഏത് വിഷയങ്ങൾ കടന്നു we have വന്നാൽ to endure. നമ്മൾ അതിനെ സഹിക്കണം. So, what is the first thing? ഒന്നാമത്തെ കാര്യം എന്താണ്? That God has counted you worthy. ദൈവം നമ്മളെ യോഗ്യന്മാരായി എണ്ണി. God has counted you worthy. ദൈവം നമ്മളെ യോഗ്യന്മാരായി എണ്ണി. God has chosen you worthy. ദൈവം നമ്മളെ So, it യോഗ്യന്മാരായി is not only തിരഞ്ഞെടുത്തു. to be saved. രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല, God has chosen us to also suffer. കഷ്ടത സഹിക്കുവാൻ വേണ്ടി So, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. we are enduring നമ്മൾ സഹിച്ചു നിൽക്കുന്നവരാണ്. Why? എന്തുകൊണ്ട്? because suffering is a blessed thing. കാരണം കഷ്ടത സഹിക്കുന്നത് ഒരു You are ഭാഗ്യാവസ്ഥയാണ്. blessed. നിങ്ങൾ So, what അനുഗ്രഹിക്കപ്പെട്ടു. is the reason of being blessed? എന്താണ് ഭാഗ്യാവസ്ഥ? You are counted worthy. കാരണം നമ്മൾ യോഗ്യന്മാരായി എണ്ണപ്പെട്ടു. You will count this as blessedness only if you really value the worthiness that God is giving you. നാം ഇതിനെ ഭാഗ്യാവസ്ഥ എണ്ണപ്പെടുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിന്റെ മൂല്യം നാം ഏറ്റവും വലുതായി കാണുമ്പോൾ മാത്രമാണ്. Otherwise, it doesn't make much sense. ഇല്ലെങ്കിൽ അതിന് യാതൊരു സെൻസും ഉണ്ടാകത്തില്ല. Is it? അങ്ങനെയല്ലേ? If I give a child ഒരു കുഞ്ഞിന് 10,000 dirhams, ഒരു 10,000 രൂപ കൊടുക്കുമ്പോൾ, okay, without parents getting involved, if I give the child 10,000 dirhams, മാതാപിതാക്കൾ ഉൾപ്പെടാതെ ഒരു കുഞ്ഞിന് 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ it doesn't make any sense. അതിനൊരു I will give a check paper. ഒരു ചെക്ക് കൊടുക്കുമ്പോൾ, So imagine that child is not talking to you. കുഞ്ഞ് നിങ്ങളോട് You are not saying, oh, keep it safe. It's useful. No. If a child is given 10,000 dirhams check, ഒരു കുഞ്ഞിന് ഒരു 10,000 രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ്. after this meeting, ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം maybe that paper will be thrown out. ആ ഒരു പേപ്പർ അവര് എറിഞ്ഞു കളയും. They will not even know. അവർക്ക് അറിയത്തില്ല. Why? എന്തുകൊണ്ട്? Because they do not know the value of the 10,000. കാരണം അതിന്റെ ആ 10,000 മൂല്യം അവർ അറിയുന്നില്ല. Same is the question for us. അതേപോലെ ചോദ്യം തന്നെയാണ് When നമുക്ക്. word of God says that you are counted worthy, that is the blessedness. ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ യോഗ്യന്മാരായി എണ്ണപ്പെട്ടത് But ഭാഗ്യാവസ്ഥയാണ്. if you think that kya fayda, അതിന് എന്ത് പ്രയോജനമുണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, which means I will never know the worthiness of that. കാരണം അതിന്റെ അർത്ഥം ആ യോഗ്യത That is where the word of God started from where? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എവിടെ നിന്നാണ് തുടങ്ങിയത്? Where we were called. നമ്മൾ ഇവിടെ നിന്ന് നാം വിളിക്കപ്പെട്ടു. How we were called. എങ്ങനെ നാം വിളിക്കപ്പെട്ടു? Why we were called. എന്തുകൊണ്ട് നാം Then you വിളിക്കപ്പെട്ടു? will know the worthiness of. അങ്ങനെയെങ്കിൽ ആ യോഗ്യതയുടെ വലിപ്പം നാം So മനസ്സിലാക്കും. then they will know അങ്ങനെയെങ്കിൽ നമ്മൾ because you are suffering. നമ്മൾ കഷ്ടം സഹിക്കുന്നത് കൊണ്ട്, Because Jesus suffered for you. കാരണം യേശു കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം God സഹിച്ചു. allows you to suffer. ദൈവം നമ്മളെ കഷ്ടം സഹിക്കുവാൻ Because അനുവദിക്കുന്നു. God's purpose is there in your life. കാരണം ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലുണ്ട്. They counted it worthy. കാരണം അത് യോഗ്യമായി എണ്ണി. They counted worthy. That is why they rejoiced. അവർക്ക് യോഗ്യമായി എണ്ണപ്പെട്ടത് കൊണ്ട് അവർ അത് സന്തോഷിച്ചു. They were not given pep talks. They were beaten. ഏതെങ്കിലും സുഖകരമായ വാക്കുകളെല്ലാം അവർ കൊടുത്തു. അവർ They അടിക്കപ്പെടുകയാണ് were ചെയ്തത്. beaten. അവർ അടിക്കപ്പെട്ടു. It is not only prison. അത് കാരാഗ്രഹം മാത്രമല്ല, They were delivered from the prison. ആ കാരാഗ്രഹത്തിൽ വിടുവിക്കപ്പെട്ടിട്ടു. They were beaten. അവർ അടിക്കപ്പെട്ടു. And the beaten is not normal beating. അത് സാധാരണയുള്ള അടിയല്ല. They might have given strong scourgings to them. ഏറ്റവും ഏറ്റവും ഏറ്റവും
But വലിയതായിട്ടുള്ള അടിയായിരിക്കും അവർക്ക് കൊടുക്കപ്പെട്ടത്. they came out പക്ഷെ അതിനൊക്കെയും and പുറത്ത് they were saying what? അവർ എന്താണ് They were പറഞ്ഞത്? rejoicing. അവർ സന്തോഷിച്ചു. Why? എന്തുകൊണ്ട്? They did not talk about the beatings. അവർ അടിയെ കുറിച്ചല്ല അവർ They പറഞ്ഞത്. talked about what? എന്താണ് They പറഞ്ഞത്? were counted worthy. കർത്താവ് യോഗ്യന്മാരായി എണ്ണപ്പെട്ടു. And not only that, അത് മാത്രമല്ല, the blessedness means what? അനുഗ്രഹിക്ക് Word ഭാഗ്യാവസ്ഥ of എന്ന് God പറയും. says, ദൈവത്തിന്റെ വചനം പറയുന്നു, for yours is the kingdom of heaven. കർത്താവ് സ്വർഗ്ഗരാജ്യം അവർക്കുള്ളതാണ്. Aren't we glad about it? അതിനെക്കുറിച്ച് നാം സന്തോഷിക്കുന്നവരാണ്. Yours is the kingdom of heaven. നിങ്ങൾക്കാണ് When ദൈവരാജ്യം. God says, ദൈവം അങ്ങനെ that പറയുമ്പോൾ, God says that yours is the kingdom, നിങ്ങൾക്കാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ blessedness is there. അവിടെ അനുഗ്രഹമുണ്ട്. And thirdly, മൂന്നാമത്തെ കാര്യം what is there? എന്താണ് പറയുന്നത്? There is a reward for us. അവിടെ ഒരു പ്രതിഫലമുണ്ട്. Where? എവിടെ? In heaven. സ്വർഗത്തിൽ. So which means, അതിന്റെ അർത്ഥം what you have to do? നമ്മൾ എന്ത് ചെയ്യണം? Your reward will not come today. നമ്മുടെ പ്രതിഫലം ഇന്ന് Your വരത്തില്ല. reward will not come tomorrow. നമ്മുടെ പ്രതിഫലം നാളെ വരത്തില്ല. They did not live for today. അവർ ഇന്നത്തേക്ക് വേണ്ടിയല്ല They ജീവിച്ചത്. did not live for tomorrow. അവർ നാളത്തേക്ക് വേണ്ടിയല്ല They ജീവിച്ചത്. lived for what? അവർക്ക് എന്തിനു വേണ്ടിയാണ് They ജീവിച്ചത്? lived for what purpose they were called for. അവർ എന്തിനു ഉദ്ദേശത്തിന് വേണ്ടിയാണ് They വിളിക്കപ്പെട്ടത്? know that when they stand before God, അവർ ദൈവത്തിന് മുൻപാകെ നിൽക്കപ്പെടുവാൻ God will honor them. ദൈവം അവരെ That മാനിക്കും. is why in Revelation we can see അതുകൊണ്ടാണ് വെളിപ്പാടിൽ നമുക്ക് കാണുവാൻ the കഴിയുന്നത്. souls of the martyrs crying loud. രക്തസാക്ഷിത്വ മനുഷ്യ ആത്മാക്കൾ They are പ്രാർത്ഥിക്കുന്നത്. crying, അവർ കരയുകയാണ്. how long, O Lord? കർത്താവേ എത്രത്തോളം, How long, O Lord? കർത്താവേ എത്രത്തോളം. Because God is having His mercy on the people. കാരണം ദൈവത്തിന് ആളുകളോട് കരുണയുണ്ട്. He is delaying His coming. കർത്താവിന്റെ വരവ് He is താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. delaying that glorious day. ആ മഹത്വകരമായ ആ നാളിനെ The people who താമസിപ്പിക്കുകയാണ്. have died and gone, ആ മരിച്ച് എടുക്കപ്പെട്ട ആളുകൾ, their souls are crying. അവരുടെ ആത്മാക്കൾ That is what the കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Revelation says, that picture. അതാണ് വെളിപ്പാടിൽ പറയുന്ന ഒരു ആ Picture ദൃശ്യം. shows that God is hearing their cry. അവിടെ പറയുന്നു, ആ ദൈവം അവരുടെ പ്രാർത്ഥന, ആ നിലവിളി കേൾക്കുന്നു. How long, O Lord? കർത്താവേ എത്രത്തോളം. Because they are waiting. അവർ They are കാത്തിരിക്കുകയാണ്. waiting for the glorious deliverance that is going to happen. ആ ഏറ്റവും മഹത്വകരമായ വിടുതലിന് വേണ്ടി അവർ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. Come up here. ഇവിടെ കടന്നു വരിക. It is the voice that we will hear. അതാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്ന When we ശബ്ദം. stand before Him, നാം ദൈവത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ we will all stand there നമ്മളെല്ലാവരും അവിടെ നിൽക്കും. with all the rewards that God has kept for us. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളുടെ മുൻപാകെ. This is the blessedness. ഇതാണ് ഭാഗ്യാവസ്ഥ. But is it giving you joy? അത് നമുക്ക് സന്തോഷം തരുന്നുണ്ടോ? Is it giving you joy? അത് നമുക്ക് സന്തോഷം തരുന്നുണ്ടോ? It can give you അത് നമുക്ക് സന്തോഷം തരും. only if you allow the word of God to come deeper into your heart. ദൈവത്തിന്റെ വചനം ആഴമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുന്നു. Remove the stony heart from you. ആ പാറമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും Remove മാറ്റി all the stony things from you. നമ്മുടെ ജീവിതത്തിൽ കല്ലായിരിക്കുന്ന എല്ലാ Remove കാര്യങ്ങളും all the hard things from you. ആ എല്ലാ കഠിനമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിക്കളയുക. Prepare our heart. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക. Let the word of God come into our ദൈവത്തിന്റെ hearts. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. We can endure. നമുക്ക് സഹിച്ചു We നിൽക്കുക. can endure the suffering. നമുക്ക് കഷ്ടത സഹിക്കാൻ We കഴിയും. can understand what is the blessedness. നമുക്ക് ഈ ഭാഗ്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുവാൻ Let us all pray tonight. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.